അപ്പൊ മൗലവി ഇപ്പൊ പറയണു ഈ സുല്ലമി ഞങ്ങളെ പറഞ്ഞു പറ്റിച്ചതാ അള്ള പുറത്തേറ്റേ ആർക്ക് മൗലവിക്ക്. അത് കേട്ട് അന്ന് മൗലവിക്ക് ചോറും കൊടുത്ത് കൈമടക്കും കൊടുത്ത് വണ്ടി ഏറ്റി വിട്ട് ആ തീർന്നുള്ള നിഷേധ വിശ്വാസമായിട്ട് മരണപ്പെട്ടു പോയ സാധുക്കളെ കഥ മൗലവിന്റെ ദ്വയും സുല്ലമിനെ തള്ളലും കണ്ടു. നമ്മളൊക്കെ മുമ്പിൽ പറയും ഈ സലാസിലെ ഞങ്ങളെ പഠിപ്പിച്ചെന്താ അറിയോ, മറഞ്ഞ മാർഗത്തിലൂടെ സഹായിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ സഹായിക്കുള്ളൂ. അതുകൊണ്ട് സീർ മുഖേന നമ്മൾ സഹായിച്ചു വിചാരിച്ചാൽ തെറ്റാവും. ഞാനൊക്കെ കുറെ കാലം വിശ്വസിച്ച് പ്രസംഗിച്ചിറങ്ങിയിരുന്നു. അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. ഞാനിപ്പോ പ്രാർത്ഥിക്കുകയാണ് ഇയാളെ കെണിയിൽ ഇസ്ലായി പ്രസ്ഥാനം രക്ഷപ്പെട്ടത്. മൗലവി അന്ന് നിങ്ങളെ വയവും കേട്ട് സിഗർ വലിക്കൂല, മന്ത്രി ചൂടാൻ പറ്റൂല, കണ്ണേറ് തട്ടൂല തുടങ്ങി ഒരുപാട് വിശ്വാസം വഹിച്ച് ജീവിച്ച പോയത്തക്കാരില്ലേ, ഐറ്റക്കും വേണ്ടി ആരാ മൗലവി ദ്വാരിക്കുക? അവർക്ക് ദുആ ചെയ്യാൻ ആരുണ്ട്? മൗലവിക്ക് മരിക്കണിന്റെ ഇടക്ക് ബുദ്ധി ഉണ്ടായതുകൊണ്ട് മൗലവിക്ക് ഇത് തീരുമാനിക്കാനായി. അപ്പൊ ഖുർആനും സുന്നത്തൊന്നും അല്ലവരും മതം മനസ്സിലാക്കണത് മൗലവിമാരെ തുരുപ്പ് ചീട്ടുന്ന. എന്നിട്ട് മൗലവി ഇവിടെ പറയാ ഖുറാഫികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടതും കേട്ടതും വിശ്വസിക്കുന്ന ആൾക്കാരാണ്. എന്നാ മൗലവി ആ പേര് നിങ്ങൾക്കാണ് തിരിച്ചാകുക. കാരണം ഞങ്ങൾ കണ്ടതും കേട്ടതുമല്ല വിശ്വസിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇന്ന് വരെ ഞങ്ങൾ ഇമാമുമാരായി വിശ്വസിച്ച ഒരാളെയും ഞങ്ങൾക്ക് തള്ളേണ്ടി വന്നിട്ടില്ല. ഞങ്ങൾ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുള്ളയുടെ ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന കിതാബ് കാലങ്ങളായി ഞങ്ങളുടെ പള്ളി ദർസിൽ ഓതിപ്പഠിപ്പിക്കുകയാണ്. ഇന്ന് വരെ ഞങ്ങളുടെ പള്ളി ദർസിൽ നിന്ന് ഫത്ഹുൽ മുഈൻ മാറ്റേണ്ടി വന്നിട്ടില്ല. എന്നാ ചോദിക്കട്ടെ മുജാഹിദ്, പണ്ട് കാലത്ത് മതം പഠിപ്പിക്കാൻ കെ.എം.മൗലവി ഇറക്കിയ ബുക്ക് അൽ കിതാബുൽ അവ്വലു ഫിൽ അമലിയാത്ത് നിങ്ങളെ പാഠപുസ്തകമായി നിങ്ങളുടെ മതപരാലയത്തിൽ പഠിപ്പിക്കുമോ? ഇല്ല. ഓരോ കാലത്ത് അന്നെഴുതുന്ന ചീട്ടുവേറെയാണ്, ഇന്നെഴുതിത്തരുന്ന ചീട്ടുവേറെയാണ്. അതാണ് മതപരമായ വിഷയത്തിലെ തീരുമാനം. മൗലവിക്കൂട്ടങ്ങൾ പറയുമെന്ന് മാപ്പിളമാർക്ക് സ്വീകാര്യമല്ല. ഇത് മതത്തിന്റെ തറവാടിന് സ്വീകാര്യമല്ല. ഇത് അല്ലാഹുവിന്റെ ദീനിൽ കൊണ്ടുവന്ന പൗരോഹിത്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അന്ന് ഇമാമായി സ്വീകരിച്ചവർ ഇന്നും ഞങ്ങൾക്ക് ഇമാമാണ്. അന്ന് ഞങ്ങൾ മതത്തിന്റെ പ്രമാണങ്ങളും വിശദീകരണ ഗ്രന്ഥങ്ങളുമായി സ്വീകരിച്ചത് ഞങ്ങൾക്കിന്നും വിശദീകരണ ഗ്രന്ഥങ്ങളാണ്, പ്രാമാണിക ഗ്രന്ഥങ്ങളാണ്. കാരണം ഞങ്ങൾ കണ്ടതും കേട്ടതും വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് സൈനുദ്ദീൻ മഖ്ദൂം ഞങ്ങളെ പറഞ്ഞു പറ്റിച്ചു പഠിച്ചോന്. അതുകൊണ്ട് അള്ളക്ക് പുറത്തു വരട്ടെ എന്ന് ദുആ ചെയ്യേണ്ട ഗതികേട് ഞങ്ങൾക്ക് വന്നിട്ടില്ല. ആ മഖ്ദൂമുമാരുടെ ഗ്രന്ഥങ്ങൾ അവരുടെ പൂർവികരിൽ നമ്മൾ പഠിച്ചിരുന്നത് അതാണ് പള്ളി ദർസിൽ ഞങ്ങൾക്ക് ഉസ്താദുമാര് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് എ.പി. ഉസ്താദ് ഇങ്ങനെ ഞങ്ങളെ മതം പഠിപ്പിച്ചുറന്ന് അതുകൊണ്ട് അമ്മ പുറത്തു വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടി വന്നിട്ടില്ല. ഞങ്ങൾ ഉസ്താദുമാരപ്പുറത്തും ഇപ്പുറത്തുമായി ഗ്രൂപ്പിൽ പല പണ്ഡിതന്മാരും പ്രവർത്തകരുമാരുമുണ്ട്. പക്ഷേ ഇന്ന് വരെ ഞങ്ങൾക്ക് ആ ഉസ്താദ് ആ ഗ്രൂപ്പിലാണെങ്കിലും ഈ ഉസ്താദ് ഈ ഗ്രൂപ്പിലാണെങ്കിലും ആ രണ്ട് ഉസ്താദുമാരും ഞങ്ങളെ പഠിപ്പിച്ചത് ഖുനൂത്തോടുന്ന സുബഹ് നിസ്കാരമാണ്, മന്ത്രിച്ചൂടുന്ന മതനിലപാടാണ്, അതുപോലെ കുതുബിയത്ത് ചെല്ലുന്ന അല്ലാഹുവിന്റെ ദീനാണ്. സംഘടനാപരമായി തർക്കങ്ങളും ഭിന്നതകളും ഉണ്ടാകാം, സ്വാഭാവികമാണ്. പക്ഷേ ഉസ്താദുമാര് പഠിപ്പിച്ചു തന്ന അല്ലാഹുവിന്റെ ദീന്, ആ ദീന് പിഴച്ചു എന്ന് പറയേണ്ടി വന്നിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് തള്ളേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? തുരുപ്പ് ചീട്ട് തരുമ്പോ അതിന്റെ മുന്നും പിന്നും ആലോചിക്കാതെ കൊണ്ടോടിയിട്ടല്ലേ. സക്കരിയ സ്വലാഹി, താങ്കൾ ഇവിടെ പറഞ്ഞ ഖുറാഫാത്തിന്റെ നിർവചനം താങ്കളിലേക്ക് ഫിറ്റാകുന്നു മൗലവി. ആ വിശദീകരണം കേട്ടു. ഖുറാഫി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കണ്ടതും കേട്ടതും വിശ്വസിക്കണോ? ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് അന്വേഷിക്കൂല. സാധന പറഞ്ഞു എന്നാ അത് വിശ്വസിക്കുക. നമ്മളെ ഹോജാന്റെ കിതാബ് അങ്ങനെ വിശ്വസിച്ചത് കൊണ്ടല്ലേ അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞു പറ്റിച്ചപ്പോ ഖുർആനൊന്ന് എടുത്തു നോക്കിക്കൂടായിരുന്നോ മൗലവി? എന്നിട്ട് പ്രസംഗിച്ച പോരായിരുന്നോ മൗലവി? അബ്ദുസ്സലാം സുല്ലമി അങ്ങനെ ഒരു പ്രസംഗമേറ്റെടുന്നപ്പോ അത് അങ്ങാടിയിൽ വിസർജിച്ച മൗലവി, അതിന്റെ പേരിൽ കൈമടക്ക് വാങ്ങിയ മൗലവി, അതിന്റെ പേരിൽ ജനങ്ങളെ ഭക്ഷണം നിന്ന മൗലവി, അങ്ങനെ ഒരുപാട് മുസ്ലിങ്ങളെ വഴിതെറ്റിച്ച മൗലവി. നിങ്ങളേത് കോടതിയിലാണ് നിങ്ങൾ പ്രതിക്കൂട്ടിൽ ചേർക്കപ്പെടുക? അല്ലാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ പ്രതിക്കൂട്ടിൽ വരൂലേ? ആരാണ് നിങ്ങളെക്കാളും വലിയ ഖുറാഫിയുള്ളത്? ലോകത്ത് ഖുറാഫിക്ക് ആബാബ
ജവാബ് നൽകുന്നുവെങ്കിൽ അത് അബ്ദുസ്സലാസുല്ലമി പറഞ്ഞതും കേട്ടതും കൊണ്ടുനടന്ന് പ്രമാണം നോക്കാതെ വാരിവണി ചങ്ങാടിയിൽ കൊണ്ടുവന്ന് വിചരിച്ച ആണത്തോട് ഞാൻ വെല്ലുവിളിക്കുകയാണ്, ആർജവത്തോട് ഞാൻ ചോദിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ രേഖകളോ നിങ്ങളുടെ മൗലന്മാരുടെ വാചകക്കുറിപ്പുകളോ ഒരു ഖുറാഫത്തല്ല എന്ന് പറയാൻ കഴിയുമെങ്കിൽ വന്നോ. നേരം പുലരുവോളം ഞാൻ നിൽക്കാൻ തന്നെയാണ്. നിങ്ങളെ കൂട്ടത്തിലും മുലപ്പാല് കുടിച്ചവരുണ്ടോ? ഇത് ചോദിക്കാനുള്ള കാരണം അല്ലാഹുവിന്റെ മതത്തിനെതിരെ നിങ്ങളത്രക്ക് വലിയ തോന്നിയാട്ടമാണ് പറഞ്ഞത്. മുസ്ലിംകൾക്കെതിരെ ഞങ്ങൾക്ക് കേൾക്കാവുന്നതിൽ ഏറ്റവും വൃത്തികെട്ട ആരോപണമാണ് ഞങ്ങളെ നേരെ നിങ്ങൾ എറിഞ്ഞത്. AK-47 കൊണ്ട് ഞങ്ങളുടെ നെഞ്ചിലേക്ക് നിൽക്കുന്ന വെടിയുണ്ടകളെക്കാൾ ഭീകരമാണ് മൗലവി. ഞങ്ങളുടെ വിശ്വാസത്തിനെതിരെയുള്ള നിങ്ങളുടെ കടന്നുകയറ്റമെന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഖുറാഫത്ത് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ ഖുറാഫത്തേതാണ്. അങ്ങനെ മൗലവി അബ്ദുസ്സലാസുല്ലമി നൽകണ തുരുപ്പ് ചീട്ട് തള്ളി ഖുർആനൊന്നും സുന്നത്തൊന്നും മതം തരാൻ തീരുമാനിച്ചത് എപ്പോഴാണ് നിങ്ങള്? മൗലവി പറയുന്നുണ്ട്, സ്ത്രീധനം വാങ്ങാൻ വേണ്ടി സുഞ്ഞാളെ കൂട്ടത്തിൽ പോയിട്ട് പെണ്ണിട്ടുള്ളൊരു കഥ പറയാം. അങ്ങനെ പെണ്ണ് കെട്ടിയിട്ട് കുട്ടികളായി കുട്ടിക്ക് അസുഖമാകുമ്പോ പെണ്ണുങ്ങൾ പറയത്തര മനസ്സങ്ങൾ മുജാഹിദും പറഞ്ഞു നിന്നാലേ കുട്ടി ജീവൻ പോകും, അതുകൊണ്ട് ഏതെങ്കിലും മൂല്യന്മാരെടുത്ത് പോയിക്കോളിയും. അങ്ങനെ കുട്ടിണ്ടായി മന്ത്രിച്ചൂടി അനുഭവം വന്നപ്പോഴാണ് മൗലവി ഇത് നോക്കാൻ തുടങ്ങിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നേരത്തെ മൂപ്പര് മന്ത്രത്തിനെതിരെ സംസാരിച്ചതാണ്. ഇനി മന്ത്രിക്കണം എന്ന് പറയുന്നത് നമുക്ക് കാണാം. രണ്ടും പ്രസംഗിച്ചത് ഒരു ഖുർആൻ മേശപ്പുറത്തുള്ള സമയത്ത് തന്നെയാണ്. പിന്നെ വ്യത്യാസം എന്താണ്? അത് മൗലവി പറയാൻ കാരണം കേട്ടോ. ഘട്ടങ്ങളിൽ പിശാചി നമ്മളെ സമീപിക്കും. അവിടെ നിന്ന് പോയോക്ക്, ഇവിടെ നിന്ന് പോയോക്ക്. അപ്പൊ ഇരിക്കാലി പിശാചിക്കണം വരും. എന്റെ സലഫി മുജാഹിദും പറഞ്ഞാലേ കുട്ടിനെ കറുത്ത കണ്ടോ എന്ന് പറയും. പെണ്ണുങ്ങൾ ഇങ്ങനെ മന്ത്രിക്കും. കാരണം അധികം മറ്റേന്ന് കെട്ടിക്കൊടുന്നാവും സ്ത്രീധനം വാങ്ങാൻ സൗകര്യത്തിന്. അപ്പോളിങ്ങനെ തലയണ മന്ദം മനുഷ്യ നിങ്ങളെ സലഫിയും മുജാഹിദും പറഞ്ഞാൽ നമ്മളെ കുട്ടിന്റെ കാര്യട്ടോ ഓളൊരു കരച്ചിലും അതിലിപ്പം വീണ് നെജ്ജു എന്റെ ആങ്ങളെയും കൊണ്ടേക്ക് ആരും അറിയണ്ട. അങ്ങനെ തലയിൽ മുണ്ടിട്ടിട്ട് മെല്ലെ പോവുക. കണ്ടോ ഓൻ കെട്ടിയപ്പോ എന്താ പറഞ്ഞേ? ഞാൻ കെട്ടിക്കൊണ്ടൊന്ന് നന്നാക്കല്ലേ. പര നന്നായത് മൂപ്പര് നന്നായി, ഓള് നന്നായില്ല. കണ്ടോ എത്ര എത്ര ആളുകളുണ്ടെന്നറിയോ? ആ ആളെ കൂട്ടത്തിൽ ഒന്നാമത്തെ ആള് ഈ സ്വാഭാവമാണ്. കാരണം മുമ്പ് മൂപ്പര് നമ്മളെ പഴയ കെട്ടിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, പുതിയത് എവിടുന്നോ കെട്ടിയെന്ന നമ്മൾ മനസ്സിലാക്കുന്നത്. കെട്ടിയത് 10 റുപ്യക്ക് കുടുങ്ങിയപ്പോഴാവാം അപ്പൊ സുന്നി തറവാട്ടുന്നായി. അങ്ങനെ കെട്ടിന്റെ ശേഷം മൂപ്പർക്ക് കുട്ടികളുണ്ടായിരിക്കാം. നിഗമനങ്ങളാണ്. കാരണം അല്ലാത്തൊരു കാരണം നമ്മൾ കാണുന്നില്ല. ഖുർആൻ അന്നും ഇന്നും ഒന്നാണ്. അന്നുള്ള ബുഖാരിയും ഇന്നുള്ള മുസ്ലിമും അന്നും ഇന്നും ഒരുപോലെ മേശപ്പുറത്തുണ്ട്. പക്ഷെ മൗലവിന്റെ മതം മാറിയില്ല. അപ്പൊ നേരത്തെ മന്ത്രിക്കാന്ന് ഇപ്പം മന്ത്രിച്ചു, നേരത്തെ മന്ത്രിക്കണ്ടെന്ന് ഇപ്പം മന്ത്രിച്ചു എന്നും പറയുമ്പോ ഇപ്പൊ പ്രമാണം നോക്കുന്നുണ്ട് നിങ്ങൾ പറയണ്ട. അപ്പൊ പെണ്ണുങ്ങളേക്ക് കിട്ടിയ തലയണ മന്ത്രാന്നാ ഞാൻ പറഞ്ഞോണ്ടല്ലേ. അങ്ങനെ മൗലവി കുട്ടിക്ക് അസുഖമായി എവിടെയോ പോയി മന്ത്രിച്ച് ഫലം കണ്ടപ്പോ മൗലവിക്ക് ചില വിവരമൊക്കെ കിട്ടിയപ്പോ കുറച്ച് തെക്കുവ കൂടിയപ്പോ മൗലവി പറഞ്ഞ പുതിയ മതം കണ്ടോളി. ഇതിപ്പോ നേരത്തെ ഞാൻ പറഞ്ഞത് കൊല്ലം മുമ്പുള്ളവരെ തള്ളിയതാ, പിന്നെ ജീവിച്ചിരിക്കണ മൗലവിമാരെ തള്ളിയതാ. സ്വന്തം മുമ്പത്തെ ജീവിതത്തെ ഇപ്പൊ തള്ളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. പഠിക്കുമ്പോൾ നമുക്ക് തത്വ കൂടും. ഓരോ കാര്യങ്ങളും രാവിലെ 100 പ്രാവശ്യവും വൈകുന്നേരം 100 പ്രാവശ്യവും ശൈത്താനുള്ള പ്രൊട്ടക്ഷനാണത്. സുബൈ നമസ്കരിച്ചിട്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും അസർ നമസ്കരിച്ച് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും ചെല്ലണം. കണ്ടോ കിടക്കാൻ സമയത്ത് നിങ്ങൾ ആയത്തുൽ കുർസി ഓതണം. ഓരോ നമസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസി ഓതണം. ഓരോ നമസ്കാരത്തിന് ശേഷവും ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 3 സൂറത്തുകളും ഓതണം. മഗ്രിബിനും സുബഹിക്കും ശേഷം 3 തവണ ഓതണം. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓരോ നമസ്കാരത്തിന് ശേഷവും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 33 തവണ വീതം ചൊല്ലി 99 തികയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പഠിച്ചത്. തപ്പിക്കുട്ടം കണ്ടങ്ങൾ പഴയ നേരത്തെ ഇങ്ങനെ തൊള്ളി കൂടെ വരും. അപ്പുണ്ടായിരുന്നു തപ്പിക്കുട്ട. നമ്മൾക്ക് നമ്മളെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളോ കരച്ചിലോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ് അറിയില്ല. ചെറിയ കുട്ടി എന്താണെന്ന് പറയാൻ വയ്യാത്ത കുട്ടി രാത്രി കരയാണെങ്കിൽ ഒന്ന് കൊണ്ടുപോയി നജസിന്നൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മൾ കുട്ടിക്ക് ആയത്തിൽ കുറിച്ച് ഊതി തടവി കൊടുത്താൽ കുട്ടി അങ്ങോട്ട് ഉറങ്ങും.
ഇതൊക്കെ ഖുറാഫാത്ത് അറിയില്ല. പറഞ്ഞു നിങ്ങൾക്കൊരു സ്ഥലത്ത് വേദനയുണ്ടെങ്കിൽ ആ വേദനയുടെ സ്ഥലത്ത് നിങ്ങൾ കൈവെക്കുക, എന്നിട്ട് ബിസ്മില്ല എന്ന് 3 പ്രാവശ്യം പറയാം. എന്നിട്ട് അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിർ. കണ്ടോ, അള്ളാഹുവിന്റെ ഇസ്സത്തിൽ ഞാൻ അഭയം തേടുന്നു, അവന്റെ കുദറത്തിൽ ഞാൻ അഭയം തേടുന്നു. ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയും വലുതായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്ന ഈ വേദനയിൽ നിന്നും ഇത് 7 പ്രാവശ്യം നിങ്ങൾ പറയണം. എന്നിട്ടും വേദന മാറില്ലെങ്കിൽ വീണ്ടും വീണ്ടും പറയണം. വേദനക്കുള്ള മന്ത്രമാണ്. ഒരു രോഗിയെ സന്ദർശിച്ചാൽ രോഗിയോട് നിങ്ങൾ സാരമില്ല സുഖമാകും എന്ന് പറയുന്നതോടൊപ്പം രോഗിക്ക് വേണ്ടി മന്ത്രിക്കണം, പ്രാർത്ഥിക്കണം. എന്താണ്? വെറും പ്രാർത്ഥനയല്ല, ഊതിക്കൊടുക്കണം, തടവി കൊടുക്കണം. അതിലുള്ളതാ, മന്ത്രത്തിലുള്ളതാ. അതിനെപ്പറ്റി മൂപ്പര് കുശു പറഞ്ഞത് നേരത്തെ. കാരണം അന്ന് ചീട്ടുള്ളത് ആരതാ? സലാംസുല്ലമിൻ്റെതാണ്. ഇപ്പൊ ചീട്ടുള്ളത് പമ്പർന്നോളതാണ്. അതാണ് വ്യത്യാസം. അല്ലാതെ പ്രമാണത്തുള്ള ഇക്കൂട്ടരാരും തൊട്ടിട്ടില്ല. ഷാഫി ഇമാമും അനഫി ഇമാമൊക്കെ തൊട്ട പ്രമാണത്തുമ്മ തൊടാൻ ഒരു യോഗ്യത ബൽക്കില്ല. തൊട്ടോലെ കാലുമ തൊടാനും ചെരുപ്പ് തൊടാനും ഒരു യോഗ്യതയില്ല. ഞങ്ങൾക്ക് പോലെ ചെരുപ്പെടുക്കാൻ യോഗ്യത ഉണ്ട്. പ്രമാണത്തെ തൊട്ട ഇമാമിങ്ങളെ ചെരുപ്പെടുക്കാൻ യോഗ്യത ഉണ്ട് ഞങ്ങൾക്ക്. നിങ്ങൾക്ക് അതുപോലുമില്ല വഹാബികളെ. നിങ്ങൾ പറയുന്നത് തോന്നിവാസങ്ങളാണ് മതത്തിന്റെ പേരിൽ. ഇനിയോ അപ്പൊ മൗലവി നേരത്തെ ഒരായത്തോതിട്ട് ഖുർആൻ ശിഫയല്ല എന്ന് പറഞ്ഞു. എന്നാൽ അതേ ആയത്തോതിട്ട് ഇപ്പൊ സക്കരിയ സ്വലാഹി പറയാണ് ഖുർആൻ മരുന്നാണ്. അത് മനസ്സിന് മാത്രമല്ല ശരീരത്തിനും മരുന്നാണ്. മറിച്ച് ഖുർആൻ തന്നെ ശിഫയാണെന്ന് ഖുർആനിൽ പറഞ്ഞു. നിങ്ങൾ ഖുർആനി മാഹുവ ശിഫാവും റഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഈ ഖുർആൻ നിങ്ങൾ അവതരിപ്പിക്കുന്നു, അത് ശിഫയാണ്, ശമനമാണ്, മുഅ്മിനീങ്ങൾക്ക് റഹ്മത്തുമാണ്. ശിഫ എന്ന് പറഞ്ഞാല് ശിർക്കിൽ നിന്നും സംശയത്തിൽ നിന്നുമൊക്കെയുള്ള ശമനത്തോടൊപ്പം തന്നെ മനുഷ്യന്റെ എല്ലാ അസുഖങ്ങൾക്കുമുള്ള ശമനമാണത് എന്ന് പണ്ഡിതന്മാർ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ മൗലവി ഇതൊക്കെ പറഞ്ഞപ്പോഴും ഇയാളെ മൗലവിയാക്കി നിങ്ങൾ കൊണ്ടുവരുന്നില്ല മുജാഹിദീങ്ങളെ. നിങ്ങളെക്കാളും വലിയ തക്ലീദുള്ള ഒരു ലോകത്ത് കാണാനാ. ഇത്രത്തോളം മൗലവിമാരെ അന്ധമായി തക്ലീദ് ചെയ്യുന്ന പൗരോഹിത്യത്തിന്റെ പിന്നാമ്പുറത്ത് പാറപോറ ഉറച്ചു നിൽക്കുന്ന പോയത്തക്കാര് നിങ്ങളല്ലെങ്കിൽ പിന്നെ ആരാ? ഇതൊക്കെ ഒരാഴ്ചക്കാലത്ത് ഒരു മൗലവി പറഞ്ഞു തീർത്തതല്ലേ? ഞാൻ ചോദിക്കുന്നത്, സക്കരിയ സ്വലാഹി പറയുന്ന വഹാബിസത്തിന് 100 നൂറ്റാണ്ട് പോട്ടെ, മൂപ്പര വയസ്സിന്റെ ആയിട്ടുണ്ട്. മൂപ്പര പാസ്പോർട്ടിന് രേഖപ്പെടുത്തിയൊരു പ്രായം ഉണ്ടാവുമല്ലോ, ആ പ്രായത്തിന്റെ പ്രായം സക്കരിയ സ്വലാഹി പറയുന്ന വഹാബിസത്തിനുണ്ടോന്നാ ഞങ്ങൾ ചോദിക്കണേ. ഇത് നിങ്ങളെ വഞ്ചിക്കുകയാണ്. മാത്രമല്ല സഹോദരന്മാരെ, സിഹർ ഫലിക്കൂല എന്ന് പറഞ്ഞ മൗലവി ഇനി പറയുന്നത് അതേ മൗലവി സിഹർ ഫലിക്കുമെന്നാണ്. മൗലവി ഒന്നാണ്, മതം രണ്ടാണ്, പ്രമാണം രണ്ടാണ്. ഒരിക്കൽ പ്രമാണം മൗലവിയാണ്, രണ്ടാമത് പ്രമാണം ഭാര്യയാണ്. ഇതല്ലാതെ മറ്റൊരു മാനദണ്ഡം ഞങ്ങൾ കാണുന്നില്ല. സിഹറിന് യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ വൻ പാപങ്ങളിൽ ഒന്നായിട്ട് അതിൽ എണ്ണിയത് അല്ലേ? ഒന്നാമത്തെ എന്താവും ശരിക്കും, രണ്ടാമത്തേതാ സിഹിർ. ഇല്ലാത്ത ഒരു കാര്യത്തെ നിരോധിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇതേ മൗലവിയാണ് നേരത്തെ സിഹർ ഫലിക്കൂല എന്ന് പറഞ്ഞത്. കാരണം അന്ന് യുക്തിവാദത്തെ പ്രമാണമായി സ്വീകരിച്ച അബ്ദുൽ സലാം സുല്ലമിയുടെ തുരുപ്പ് ചീട്ടേറ്റ് വേർന്നറിഞ്ഞതാണ്. ഇപ്പോൾ സ്ത്രീധന സൗകര്യത്തിന് എവിടെയോ ഖുറാഫികളെ കെട്ടി ആ തറയണ മന്ത്രത്തിൽപ്പെട്ട് ഇപ്പൊ പുതിയത് പറയാണ്. അല്ലാത്തൊരു മാനദണ്ഡം ഉണ്ടെങ്കിൽ അത് മൗലവി പറഞ്ഞുതരാം. ഇനി സഹോദരന്മാരെ, ഞങ്ങളുടെ സമസ്തകൾക്കിടയിൽ തൗഹീദിലും ശിർക്കിലും വ്യത്യാസമുണ്ട് എന്ന് പരോക്ഷമായി പ്രചരിപ്പിക്കാൻ ശ്രമിച്ച മൗലവി നിങ്ങളുടെ വിശ്വാസത്തിലാണ് പിഴവുള്ളത്. അത് ഞാൻ ഇനി തെളിയിച്ചു തരാം. മടവൂര് മുജാഹിദിന് ജിന്നിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ, സക്കരിയ സ്വലാഹിക്ക് അള്ളാന്റെ വിശ്വാസത്തിൽ വ്യത്യാസമുണ്ട്. കമ്പ്യൂട്ടറിന്റെയും ക്ലിപ്പിന്റെയും സഹായത്തോടെ വഹാബി 2 വിഭാഗത്തിന്റെയും ഇടയിൽ നിലനിൽക്കുന്ന വിശ്വാസ വൈരുദ്ധ്യം നിങ്ങൾ കണ്ടോളി. ഒരു മൗലവി ഉസ്താദ് ചോദിക്കുകയാണ് ശിഷ്യനോട്, എവിടെ എങ്ങൈമാരെങ്ങളല്ല? അപ്പൊ സക്കരിയ സ്വലാഹി അപ്പുറത്ത് ചോദിക്കുക, എവിടെ ഉസ്താദ് എങ്ങളെ ജിന്നെ? വിശ്വാസത്തിലതെ, വിശ്വാസ കാര്യത്തിലാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പിഴവില്ല. കാരണം ഞങ്ങളുടെ ആശയത്തിന് 22 മാറ്റുണ്ട്. അതിന് 14 നൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യമുണ്ട്. പറയണോ ജിന്നെവിടെ? കുട്ടികളെ കാസറ്റുമായി ഊരി നിൽക്കുന്നവരെ പറയും നിങ്ങൾ എവിടെ ജിന്ന്? എവിടെ കുട്ടികളെ? എവിടെ? പറയണോ ജിന്നെവിടെ? കുട്ടികളെ കാസറ്റുമായി ഊരി നിൽക്കുന്നവരെ പറയും നിങ്ങൾ എവിടെ ജിന്ന്? എവിടെ കുട്ടികളെ? അറിയില്ല. പറയണോ ജിന്നെവിടെ? കുട്ടികളെ കാസറ്റുമായി ഊരി നിൽക്കുന്നവരെ പറയും നിങ്ങൾ എവിടെ ജിന്ന്? എവിടെ കുട്ടികളെ? അതാണ് ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്. ഞങ്ങളെ പണ്ടത്തെ തൗഹീദ് ഇപ്പോഴും ഉണ്ട്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിച്ചതിനെ ഞങ്ങളെ പറ്റിച്ചതാണ് പുറത്തു തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല, പറയേണ്ട ആവശ്യമില്ല.
ഇമാം ഷാഫി റഹിമഹുള്ള ഞങ്ങളെ പറ്റിച്ചതാ പഠിച്ചോനെ, അതുകൊണ്ട് പുറത്തുകൊണ്ടാന്ന് ഞങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല, പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കോ ഇപ്പൊ കണ്ണോട്ടന്മാരെ സ്കൂളിൽ ചെന്ന മാതിരിയാ തമ്മില് തപ്പുക, അങ്ങോട്ടും ഇങ്ങോട്ടും തപ്പാണ്, കുടുത്തം കിട്ടുന്നില്ല. കുരുടൻ ആനയെ കണ്ട പോലെയാണ് വഹാബികൾ പ്രമാണം കണ്ടത്. എത്ര വൃത്തികെട്ട ആ വിഷയത്തിലേക്ക് നിങ്ങൾ മുസ്ലിങ്ങളെ കൊണ്ടുപോയി. എന്നിട്ടിവിടെ സക്കരിയാസുലായി പറയണ് മഹാന്മാരുടെ ഇത്തിഹാസയും അതുപോലെ തവസ്സിലും ഒക്കെ അംഗീകരിച്ചത് കൊണ്ടാണ് ഇവിടെ ആൾ ദൈവങ്ങൾ ഉണ്ടായത്. സക്കരിയാസുലായി പറയാണ് ആനിമീങ്ങൾ മക്ബറിൽ പോകണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇവിടെ എന്തുണ്ടായത്? ആൾ ദൈവങ്ങളെ എടുത്തിട്ട് മുസ്ലിങ്ങൾ പോകൽ തുടങ്ങിയത്. ആൾ ദൈവങ്ങൾക്കെതിരെ പ്രസംഗിക്കുന്ന ഞങ്ങളെ ആശയിട്ടിട്ട് ആൾ ദൈവങ്ങളെടുത്തിട്ട് ഞങ്ങൾ ആൾക്കാർ പോണത് ഞങ്ങൾ പ്രസംഗിച്ചിട്ടാണ് പറയുന്നത്. വൈരുദ്ധ്യത്തെ സാധു മൗലവി പറയുന്നോട്ടെ ആൾ ദൈവങ്ങൾ എടുത്തിട്ട് പോകാൻ തുടങ്ങിയത് ഇവിടെ കുഞ്ഞാൾ മക്ബറി പോകുന്നത് കൊണ്ടാണ്. ഇപ്പൊ അവസാനം അവർക്ക് തന്നെ പറയേണ്ടി വന്നു. ആൾ ദൈവങ്ങളുടെ മുമ്പിൽ ശ്രീ എൽസങ്കറിന്റെ മുമ്പിലും അല്ലെങ്കിൽ അമ്മദേവിയുടെ മുമ്പിലുമൊക്കെ മുസ്ലിം പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ അനുഗ്രഹം തേടി പോകുന്ന അവസ്ഥ മുസ്ലിം സമുദായത്തിൽ ഉണ്ടായി. എങ്ങനെ ഉണ്ടായി? ആളുകളോട് ഇവർ പറഞ്ഞു മുറാദ് ഹാസിലാകുണ്ടോ നോക്കിയാൽ മതി, പോകാൻ പാടുണ്ടോ അല്ലേ എന്നുള്ളതിന്റെ തെളിവ് അതന്നെയാണ്. അങ്ങനെ ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. മുറാദ് ഹാസിലാകുന്നുണ്ടെങ്കിൽ എല്ലായിടത്തും പോകാന്ന് പറഞ്ഞത് ഞങ്ങളല്ല. ഞങ്ങൾ പോകാവുന്നതിന്നത് പോകാൻ പാടില്ലാത്തതിന്നത് നിർവചിച്ചു കൊടുത്ത ആൾക്കാരാണ് ഞങ്ങളെ പണ്ഡിതന്മാർ. അതേ സമയത്ത് ഏതെങ്കിലും മുസ്ലിങ്ങൾ ആൾ ദൈവങ്ങളെടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താ അറിയോ? നിങ്ങൾ ജിന്നു ചെയ്താലും തെരഞ്ഞതാ. അങ്ങനെ തെരഞ്ഞു എന്ന് മാത്രമല്ല, ഡോക്ടർ സുബൈർ എന്ന് പറയുന്ന മൗലവി പറ്റിയിൽ പ്രസംഗിച്ചു. എന്താണ്? ചിലപ്പോൾ ചില അസുഖമുണ്ടായി ഡോക്ടർമാരെടുത്ത് പോയാൽ ഡോക്ടർമാർ ചില ഇംഗ്ലീഷ് പേരൊക്കെ പറഞ്ഞ് കയ്യും കാലും മുറിക്കണം എന്ന് പറയും. അതൊന്നുമല്ല പ്രശ്നം. പിന്നെയോ അത് പൈശാചികമാകണേ. ആ പൈശാചിക മാറാനുള്ള മാർഗങ്ങളിൽ ഒന്ന് മൗലവി പറഞ്ഞു കൊടുക്കുന്ന മാർഗം എന്താ അറിയോ? ലീഗ് ഭരിക്കുമ്പോ കോൺഗ്രസ് ഭരിക്കുമ്പോ മാർക്സിസ്റ്റ് പാർട്ടിക്കാരെങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ ആ മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ കോൺഗ്രസ്സുകാരെപ്പം കൂടിക്കൊടുത്താൽ മതി എന്നതുപോലെ പിശാച് നമ്മളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ ആ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷ നേടാൻ പിശാചിന്റെ ഒപ്പം കൂടിക്കൊടുത്താൽ മതി എന്ന് നിങ്ങൾ പ്രസംഗിച്ചു. അത് കേട്ട ഏതെങ്കിലും വഹാബികൾ ഏതെങ്കിലും ആൾ ദൈവങ്ങൾ അടുത്തു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്തിനു സൂക്ഷിക്കണം മൗലവി? നിങ്ങളെ മൗലവിന്റെ ഡോക്ടർ സുബൈറിന്റെ പ്രസംഗം കണ്ടോ? അസുഖമുണ്ടായി, അത് പൈശാചികവാദിയാണ്, മാറാൻ എന്താ മാർഗോ? ഇടതുമുന്നണിന്റെ കാലത്ത് വലതുമുന്നണിക്കാരെ പീഡിപ്പിക്കുമ്പോ അവൻ ഇടതുമുന്നണിയായാൽ മതി, ഇങ്ങനെ ഗ്രൂപ്പ് മാറിയാൽ മതി, മൂന്നിന് ശൈത്താന്റെ ഒപ്പം കൂടിയാൽ മതി, ശല്യം തീരും. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങളിൽ നല്ലൊരു ശതമാനം പൈശാചികമായ ബാധയാണ്. ഇതിന് സൈക്കോസൊമാറ്റിക് ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ആളുകൾ തള്ളിക്കളയും. ചിലത് രോഗം കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ ചിലപ്പോൾ അവയവം മുറിച്ചു മാറ്റിന്ന് വരും. അതുകൊണ്ട് ചിലപ്പോൾ രോഗം മാറിക്കൊള്ളുന്നില്ല. വാസ്തവത്തിൽ ഈ രോഗങ്ങൾ, ഈ പൈശാചികബാധകളുടെ രോഗങ്ങൾ 3 തരത്തിലാണ് ചികിത്സിക്കാൻ പറ്റുക. ഒന്നാമത്തെ ചികിത്സാ രീതി എന്തെന്ന് വെച്ചാൽ പിശാച് നമ്മളെ തൃപ്തിപ്പെടുത്തിച്ചാൽ മതി. ഉദാഹരണമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കാതിരിക്കട്ടെ, ഞാൻ പാർട്ടിയെ ഒന്നിനും പൊക്കി താത്തി പറയേണ്ട ഉദാഹരണം പറയാം. മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുക, ഒരു കോൺഗ്രസ്സുകാരനായ ഒരു ഉദ്യോഗസ്ഥന് കുറെ സ്ഥലം മാറ്റും, അങ്ങനെ ഇങ്ങനത്തെ വല്ലാതെ ശല്യം ഉണ്ടാകുകയാണ്. ഇതിന് രക്ഷപ്പെടാൻ ഇയാൾ എന്ത് ചെയ്താൽ മതി? ഏറ്റവും എളുപ്പം ആ മാർക്സിസ്റ്റ് മാറിക്കഴിഞ്ഞാൽ പിന്നെ ശല്യം ഉണ്ടാവില്ല. അല്ലെ കോൺഗ്രസ് ഗവൺമെന്റാണ്, മാർക്സിസ്റ്റുകാരനെ പ്രശ്നമെങ്കിൽ എന്ത് അവന്റെ പ്രയാസം മാറാൻ എന്ത് ചെയ്താൽ മതി? ആ പാർട്ടിയിൽ മാറിക്കൊടുത്താൽ പിന്നെ ഒരു ശല്യം ഉണ്ടാക്കില്ല. ഇതുപോലെ ഒരു വിശ്വാസിയെ ഒരാളെ പിശാച് ശല്യപ്പെടുത്തുക, ആ പിശാചിന്റെ കൂടെ കൂടിക്കൊടുത്ത് അവിശ്വാസിയായി കഴിഞ്ഞാലോ അവൻ സംതൃപ്തിയായി അവന്റെയും ശല്യം മാറ്റും. ഇത് കേട്ട വഹാബികൾ പോകും അമ്മന്റെ അടുത്ത്, ഇത് കേട്ട വഹാബികൾ പോകും അമൃതാനന്ദമയിന്റെ അടുത്ത്. അതിന് മാപ്പിളാർക്ക് അത് ബാധകല്ല. കാരണം നിങ്ങൾ പറഞ്ഞു കൊടുത്ത കുറുക്കു വഴിയാ. ഞങ്ങൾ അങ്ങനെയല്ല. ചെയ്ത്താണ്ടെങ്കിലേ പാണക്കാട് തങ്ങളെ പാപ്പ ഒരു ചെറുതൽ എഴുതി കൊടുത്താൽ മതി, ചെയ്ത്താൻ പോണ വഴി കാണൂല. അല്ലെങ്കിൽ ഖലീൽ തങ്ങളെ പാപ്പ ഒന്നാണ് മന്ത്രിച്ചൂരാ മതി, ചെയ്ത്താൻ ഏത് വാഹന പള്ളിക്കലാച്ചാ കയറി ഒളിക്കും. കാരണം ഞങ്ങൾക്ക് അത് മതി, നിങ്ങൾക്കത് പറ്റൂലല്ലോ. നിങ്ങൾക്ക് അസുഖേ അറിഞ്ഞിട്ടുള്ളൂ. അപ്പൊ കുറുക്കു വഴി എന്താണ്? ആണ് പോകേണ്ട നിലമ്പൂർ വൈലാശ്ശേരിക്ക്. അത് കേട്ട വാദികൾ പോയക്കും പോയി എന്ന് മാത്രമല്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, മക്ബറി പോകാമെന്ന് പറഞ്ഞതുകൊണ്ടും അത് വിശ്വസിച്ചത് കൊണ്ടുമാണ് മുസ്ലിങ്ങൾ അമ്മന്റെ അടുത്ത് പോണിച്ചെങ്കിൽ അത് സുന്നികൾ മാത്രമേ പോകാൻ പാടുള്ളൂ. മങ്കട് അബ്ദുൽ അസീസ് മൗലവി വാദികളെ നിങ്ങളുടെ കൂടെ കൊല്ലങ്ങളോളം തൗഹീദ് പറഞ്ഞ ആളല്ലേ, തൗഹീദ് എഴുതിയ ആളല്ലേ. സ്വന്തം നാട്ടിൽ അമ്പലത്തിന്റെ ഉദ്ഘാടനം തേങ്ങോടച്ച് നിർവഹിച്ചത് അബ്ദുൽ അസീസ് മൗലവിയാണ് എന്ന് സക്കരിയാസുലായി തന്നെ പറയുന്നില്ലേ?
അത് ഞങ്ങൾ മക്ബറി പോണെന്ന് പറഞ്ഞതുകൊണ്ടാണ്. മംഗളത്തിന്റെ അസീസ് മൗലവി മക്ബറക്കെതിരെ നിങ്ങളുടെ കൂടെ നിന്ന് കാലങ്ങളോളം സംസാരിച്ചാണല്ലേ. എന്തേ അയാള് അമ്പലം തേങ്ങ ഓടിച്ച് ഉദ്ഘാടനം ചെയ്യാൻ പോയി മനോരമന്റെ റിപ്പോർട്ട് വെച്ചുകൊണ്ട് ജക്കരിയ തുലയാ പറയുന്നത് ഇത് ഞങ്ങൾ മക്ബറി പോണെന്ന് പറഞ്ഞതുകൊണ്ടാ. മാണിക്കേടത്ത് മഹാദേവ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം തുടങ്ങിയത്. ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഇപ്പോൾ ഏകദേശം പൂർത്തിയായി. ക്ഷേത്രത്തിൽ ആദ്യത്തെ തേങ്ങയുടക്കൽ ചടങ്ങിനുള്ള തേങ്ങ മറിയുമ്മയുടെ സഹോദരനായ മങ്കട അബ്ദുൽ ലത്തീഫ് മൗലവിയാണ് നൽകിയത്. ഇത് ഞങ്ങൾ മക്ബറി പോണെന്നാണെന്നുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ അത് വിശ്വസിക്കുന്ന സുന്നികളല്ലേ പോകാൻ പാടുള്ളൂ. ഇത് ഡോക്ടർ സുബൈറിന്റെ വയലുകേറ്റവരാണ്. ഡോക്ടർ സുബൈറായിട്ട് ഞങ്ങൾക്ക് ബന്ധമല്ല എന്ന് പറയേണ്ട. ആരായി സുബൈരങ്ങള്? അത് നമ്മളെ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു തരാ. എന്താ മൂപ്പര് പറഞ്ഞു തരുന്ന അറിയോ? നമ്മുടെ ഈമാൻ ഒക്കെപ്പാട് ഒരു തുലാസിലും ഈ ഡോക്ടറെ ഈമാൻ ഒരു തട്ടിലും വെച്ചാൽ ഏത് ഈമാനിനാ കനം തൂങ്ങാര്യങ്ങള്? ഡോക്ടർ സുബൈറിന്റെ തട്ടിന് കനം തൂങ്ങുന്ന അത്ര കനുള്ള ഈമാന്റെ ആളാ ഡോക്ടർ സുബൈർ. അള്ളാന്റെ റസൂല് പഠിപ്പിച്ച 25 ഹദീസിന്റെ ഗൗരവം മനസ്സിലാക്കി മത്സരയുണ്ടെന്ന് വിശ്വസിച്ച ഡോക്ടർ സുബൈർ എന്ന് പറയുന്ന ഇവരെല്ലാവരുടെയും കൂടെ ഈമാൻ ഒരു തുലാസിലും ഡോക്ടർ സുബൈറിന്റെ ഈമാൻ ഒരു തുലാസിലും തൂക്കിയാൽ ഡോക്ടർ സുബൈറിന്റെ ഈമാൻ കനം തൂങ്ങി നിൽക്കും. ആ ജാതി തിരക്കായി പറഞ്ഞതേ. പിന്നെ മെഡിക്കൽ കോളേജ് അല്ലേ ഞാൻ അതിന്റെ അപ്പുറത്തൊരു അപ്പീല് പോകുമോ? അപ്പൊ അതുകൊണ്ടാ പോയത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിന്നോ. ഇനി സ്വലാഹുദ്ദീൻ മദനി എന്ന് പറഞ്ഞ വേറൊരു മൗലവി തൗഹീദ് പറഞ്ഞ ആളന്നെയാ. ഏത് തൗഹീദ്? മക്ബറക്കെതിരായ തൗഹീദ്. ആ തൗഹീദ് നിങ്ങളുടെ കൂടെ കൊല്ലങ്ങളോളം പറഞ്ഞ സ്വലാഹുദ്ദീൻ മദനി അമ്പലത്തിൽ പോയിട്ട് നിലവിളക്ക് കത്തിച്ചാണ്. ഇത് ഞങ്ങൾ മക്ബറി പോണെന്ന് പറഞ്ഞതുകൊണ്ടാണോ? കണ്ടോളൂ, സക്കരിയ തന്നെയാ പറയണേ. ഇനി മാത്രമല്ല സുഹൃത്തുക്കളെ, സാക്ഷാൽ സലാഹുദ്ദീൻ മദനി ശ്രീനാരായണ ഗുരുവിന്റെ സമാധിയോടനുബന്ധിച്ച് ദീപം കൊളുത്തുന്ന ചിത്രമാണിത്. അല്ലേ? സലാഹുദ്ദീൻ മദനിയാണത്. ചവറ, കൊച്ചിയിൽ ചാവറ കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ സമാധിയോടനുബന്ധിച്ച് നടത്തിയ മതസൗഹാർദ്ദ സമ്മേളനത്തിൽ സലാഹുദ്ദീൻ മദനി, സ്വാമി പുരുന്തരാനന്ദ, കുര്യാക്കോസ് ഫാദർ മുണ്ടാടൻ എന്നിവർ മതസൗഹാർദ്ദ ദീപം തെളിയിച്ചപ്പോൾ കേരള ജമിയത്തിൽ നിങ്ങൾക്ക് പറ്റിയ തിരക്കുകളൊക്കെ പൈലുണ്ട്. വഹാബി തൗഹീദക്ക് പറ്റിയവരൊക്കെ അതിലുണ്ട്. ഓ സക്കരിയ സലാഹു, ആരെങ്കിലും വിവരം കെട്ട ആളുകൾ എന്തെങ്കിലും തോന്നിവാസം ചെയ്യുന്നുവെങ്കിൽ സന്ദർഭോചിതമായി ഞങ്ങളുടെ ആലിമീങ്ങൾ തന്നെ മതപരമായത് തിരുത്തിക്കൊടുത്തിട്ടില്ല. അത്തരം ക്ലിപ്പുകൾ തന്നെ ഇട്ടുകൊണ്ട് ഞങ്ങളാളുകളെ ആൾദൈവങ്ങളുടെ പിറകിലേക്ക് വിളിച്ചു എന്ന് പറയുന്നത് പച്ചയായ തോന്നിവാസമല്ലേ? പോരാ, അസുഖം പൈശാചികമായ ഭാരമുണ്ടായാലും അതിന് അമ്പലത്തിലും മൈലാശേരിയിലും പോയാ മതി എന്ന് പ്രസംഗിച്ചു ജനങ്ങൾക്ക് കുറുക്കുവടി പറഞ്ഞു കൊടുത്തു തൗഹീദിൽ നിന്ന് ജനങ്ങളെ ചെറുക്കിലേക്ക് കൊണ്ടുപോകാൻ നാക്കുകലിപ്പിച്ച മൗലവിമാരെ, സമുദായം ആൾദൈവങ്ങളുടെ പിറകെ പോയെങ്കിലും നിങ്ങളല്ലാതെ ആരാണ് അതിന് ഉത്തരവാദി? ഇനിയും ചോദിക്കട്ടെ സക്കരിയ, നിങ്ങൾ മറുപടി പറയണം. ഇവിടെ കുഞ്ഞുകൾ മക്ബറയിൽ പോയതാണോ? മംഗളത്തിൽ വദീദ് മൗലവി തേങ്ങോടെ ചമ്പലം ഉദ്ഘാടനം ചെയ്തത് കുഞ്ഞുങ്ങൾ മക്ബറയിൽ പോകണമെന്ന് പറഞ്ഞതുകൊണ്ടാണോ? അതിനെതിരെ കാലങ്ങളോളം ജീവിതം ചെലവഴിച്ച സലാഹുദ്ദീൻ മദനി ആ നിലവിളക്ക് കത്തിച്ച് മതസൗഹാർദ്ദ ദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചത് ഇതിൽ ആലിമീങ്ങൾക്ക് പങ്കുണ്ടോ? സഹോദരന്മാരെ, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞു ജനങ്ങൾക്കിടയിൽ കടന്നു വന്നിട്ട് ഖുർആനിന്റെയും സുന്നത്തിന്റെയും പേരില് മൗലവിമാരുടെ മനസ്സുകളിൽ പിശാചുണ്ടാക്കുന്ന ദുർമന്ത്രങ്ങളിലൂടെ അള്ളാന്റെ മതത്തെ കൊല്ലുന്ന കക്ഷികളാണ്, അള്ളാന്റെ ദീന നശിപ്പിക്കുന്ന മഞ്ഞുകളാണ്. എത്രത്തോളം അറിയുമോ നിങ്ങൾക്ക്? യുക്തിവാദം കൊണ്ട് മതമളന്നു എന്ന് മാത്രമല്ല, അതാ മുജാഹിദ് മൗലവിമാരുടെ, അതാ മടവൂർ മുജാഹിദിന്റെ ഏറ്റവും വലിയ നേതാവല്ലേ CP ഉമർ സുന്നമി. ആ ഉമർ സുന്നമി പറയുന്ന വാദം കണ്ടോ? സ്വന്തം നേതാക്കളെ ചോദ്യം ചെയ്തു, സ്വഹാബത്തിനെ ചോദ്യം ചെയ്തു, ഇമാമുമാരെ ചോദ്യം ചെയ്തു. പോരാ, എല്ലാ ഇമാമിങ്ങളെയും ചോദ്യം ചെയ്യുകയല്ലേ, എല്ലാ സ്വഹാബികളെയും ചോദ്യം ചെയ്യുകയല്ലേ? അത് അവസാനിച്ചില്ല കേട്ടോ. ആരാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ നിലപാടെന്താണ്? ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ. ഓ ജനങ്ങളെ, നിങ്ങൾ മുഅ്മിനീങ്ങളാകണമോ?
അതിനുള്ള ക്വാളിഫിക്കേഷൻ എന്താ? അതിനുള്ള മാനദണ്ഡം എന്താണ്? ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ഫീമാ ശജറ ബൈനകും. നിങ്ങൾക്കിടയിലുള്ള ഭിന്നതയില്, മുസ്ലിങ്ങൾക്കിടയിൽ ജനങ്ങൾക്കിടയിലുള്ള ഭിന്നതയില്, ആ ഭിന്നതയില് അല്ലാഹുവിന്റെ റസൂൽ ഒരു പരിഹാരം പറഞ്ഞാൽ, അല്ലാഹുവിന്റെ റസൂൽ ഒരു ഹുക്മ പറഞ്ഞാൽ അത് ചോദ്യം ചെയ്യാതെ സ്വീകരിക്കലാണ് മുഅ്മിനിന്റെ ലക്ഷണം. കാരണം വമാ യന്തിഖുനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അല്ലാഹുവിന്റെ റസൂൽ ഒരു സാധാരണ മനുഷ്യനെ പോലെ, സാധാരണ മനുഷ്യർ ചിന്തിക്കുന്നത് പോലെ, സാധാരണ മനുഷ്യർ പറയുന്നത് പോലെ തോന്നിയത് പറയുന്ന നേതാവല്ല. അതുകൊണ്ട് തന്നെ അവർക്കിടയിലുള്ള ഭിന്നതയിൽ അല്ലാഹുവിന്റെ റസൂൽ അവസാന വാക്കാണ് കേട്ടോ. എന്തേ അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ ചെയ്തത് എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ നിലപാടിന് ചോദ്യം ചെയ്യുന്ന സ്വഭാവം, സംശയമുണ്ടാകുന്ന സ്വഭാവം അത് ഈമാനിന്റെ ലക്ഷണമല്ല. ഈമാനല്ല മുസ്ലിമേ ഇത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു തീരുമാനത്തെ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ധിക്കാരം എവിടെ എത്തിയെന്നറിയോ? ഈമാൻ എവിടെ വലിച്ചെറിഞ്ഞു എന്നറിയോ? മടവൂർ മുജാഹിദുകളുടെ നേതാവ് ഹദീസിന്റെ ദുർബലത പറഞ്ഞ കൂട്ടത്തിന് അബ്ദുസ്സലാം സുന്നനി യുക്തിയെ പരിഗണിക്കണമെന്ന് പറഞ്ഞതുപോലെ ഹദീസിന്റെ വിഷയത്തിൽ യുക്തി പരിഗണിക്കണമെന്ന് പറഞ്ഞതുണ്ട്. പച്ചയായ അർത്ഥം എന്താണ്? സ്വഹീഹായി തന്നെ അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യം അപ്പടി വിശ്വസിച്ചുകൂടാ. ഈമാൻ എന്ന് പറയുന്നത് എന്തിനാണ്? അല്ലാഹുവിന്റെ റസൂൽ മതമായ ഒരു കാര്യം പറഞ്ഞാൽ അത് ചോദ്യം ചെയ്യുന്നവൻ മുനാഫിക്കോ മുഅ്മിനോ മുസ്ലിമോ. ഇ.പി. ഉമർ സുല്ലമി പറയാം, ആര് പറഞ്ഞാലും ചോദ്യം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഒരു കാര്യം പറഞ്ഞാൽ ചോദ്യം ചെയ്യാതെ വിശ്വസിക്കരുതേ. കാരണം അല്ലാഹുവിന്റെ റസൂലിനുണ്ടാകാം, ഒരു സാധാരണ മനുഷ്യനാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സാധാരണക്കാരുടെ ജീവിത സാഹചര്യം അല്ലാഹുവിന്റെ റസൂലിനുണ്ടാകാം. അപ്പൊ അവിടുന്ന് ഒരു കാര്യം പറഞ്ഞാലും അങ്ങനെ വിശ്വസിക്കൊന്നും വേണ്ട, ചോദ്യം ചെയ്യണം എന്നാണ്. ചോദ്യം ചെയ്യപ്പെടാത്തവൻ പടച്ചവൻ മാത്രമാണ്. വേറെ ആര് ചെയ്താലും ചോദിക്കണം എന്തിനാണ്? ആര് ചെയ്താലും ശരി. അതല്ല, നിങ്ങൾ ചോദ്യം ചെയ്യാതെ കണ്ട് ഒരുത്തെ അന്ധമായി അനുകരിക്കുന്നുവെങ്കിൽ അവന് ദിവ്യത്വം കൽപ്പിക്കുന്നതിന്റെ അർത്ഥം അവൻ ദൈവമാക്കിയിരിക്കുന്നു നിങ്ങൾ. അത് ആര് ചെയ്താലും ചോദിക്കണം. മുഹമ്മദ് നബി തന്നെയാണല്ലോ ഏറ്റവും അടുത്തത്. മുഹമ്മദ് നബി ചെയ്താലും ചോദിക്കണം എന്തിനാ ചെയ്തത്. കാരണം മുഹമ്മദ് നബി ഒരു മനുഷ്യനാണ്. മനുഷ്യൻ നിലക്ക് ചെയ്തതാണെങ്കിൽ മനുഷ്യൻ നിലക്ക് നമുക്കും ചില അഭിപ്രായങ്ങൾ ഉണ്ടാവും. വേറെ മൗലവിമാരെ, നിങ്ങൾ ധിക്കാരത്തിന്റെ ആൾരൂപങ്ങളാണ്, കാപട്യത്തിന്റെ ആൾരൂപങ്ങളാണ്. വിശ്വാസിയായ ആണും പെണ്ണും ചെയ്യാൻ പാടില്ലാത്ത സംഗതിയാണ്. ഇതാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അയ്യകൂന ലഹുൽ ഖിയറതു മിൻ അംരിഹിം. അല്ലാഹു തആല ഒരു തീരുമാനം പറഞ്ഞാൽ, അല്ലാഹുവിന്റെ റസൂൽ ഒരു തീരുമാനം പറഞ്ഞാൽ അത് ചോദ്യം ചെയ്യുന്നവൻ മാപ്പിളയല്ല, അത് ചോദ്യം ചെയ്യുന്നവൻ മുഅ്മിനല്ല, അത് ചോദ്യം ചെയ്യുന്നവൻ മുനാഫിഖാണ്, അത് ചോദ്യം ചെയ്യുന്നവൻ മുസ്ലിമിന്റെ പുറത്താണ്. വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ ബഈദാ. അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞിട്ട് അത് ശരിയല്ലെന്ന് പറഞ്ഞു ആ നിലപാടിനെതിരെ പറഞ്ഞ ധിക്കാരിയുണ്ടല്ലോ, അവൻ വ്യക്തമായ വഴികേടിലാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആര് പറഞ്ഞാലും ചോദ്യം ചെയ്യണമെന്നാണ് മുജാഹിദീങ്ങളോട് മൗലവിമാര് പറഞ്ഞു കൊടുക്കണേ. ആരെ മാത്രം ചോദ്യം ചെയ്തൂടാ? ഇ.പി. ഉമർ സുല്ലമിനെ അനുയായികൾ ചോദ്യം ചെയ്തൂടാ. അതാണ് നിലപാട്. അതുകൊണ്ടല്ലേ സക്കരിയ സ്വലായിക്ക് പെണ്ണുങ്ങളെ മന്ത്രം കിട്ടുന്നത് വരെ അബ്ദുസലാം സുല്ലമിനെ ചോദ്യം ചെയ്യണമെന്ന് തോന്നിയിട്ടില്ലല്ലോ. മാത്രമല്ല മുജാഹിദ് രണ്ടായി പിളർന്നു. സക്കരിയ സ്വലാഹിയും അബ്ദുസലാം സുല്ലമിയും ഒന്നായിരുന്ന കാലത്തു തന്നെ സക്കരിയ സ്വലാഹി ചെയ്യുന്ന ഒരുപാട് തട്ടിപ്പുണ്ട്. ആ തട്ടിപ്പ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തി. ഞങ്ങളുടെ ആലിമീങ്ങൾ അത് വിളിച്ചു പറഞ്ഞു. എത്രത്തോളം? ഷാഫി മദ്ഹബ് എന്ന അബ്ദുസലാം സുല്ലമിയുടെ ബുക്കിൽ
അബ്ദുസ്സലാം സുല്ലമി ഒരു കിതാബിനെ പച്ചയായി വ്യഭിചരിച്ചു. എങ്ങനെ? തുഹ്ഫയുടെ ഒരു ഇബാറത്ത്, മരിച്ചയിടത്ത് മരിച്ച മയ്യത്തിനെ കൊണ്ടുപോകുമ്പോ യദ്കുറുബിലിസാനിഹി സിർറൻ, നാവ് കൊണ്ട് പതുക്കെ ദിക്ർ ചൊല്ലണം. അതായത് പഞ്ചായത്ത് ഇലക്ഷനിൽ ജയിച്ച വൈദാഖാനാത്തിനെ കൊണ്ടുപോകണ പ്രകടനം പോലെ എന്റെ മയ്യത്ത് കൊണ്ടുകൊണ്ട്, പിന്നെയോ ശാന്തമായി ദിക്ർ ചൊല്ലണം. ഇതാണ് തുഹ്ഫയിലുള്ളത്. പക്ഷേ അബ്ദുസ്സലാം സുല്ലമിക്ക് ഇത് പറഞ്ഞാൽ ദിക്ർ ചെല്ലണം എന്നതില്ല. അപ്പൊ മൗലവി എന്ത് ചെയ്തു? നിങ്ങള് യദ്കുറുബിലിസാനിഹി സിർറൻ, നാവുകൊണ്ട് പതുക്കെ ഓർക്കണം. മൗലവി ഷഫീഖ് സാഹിബെ, ഷാഫി മദ്ഹബിന്റെ കയ്യിലുള്ളത് വായിക്കാം. ഞാൻ എന്റെ മുന്നിൽ ആരും പ്രകോപിതരാവൂല, നിങ്ങൾക്ക് ശാന്തമായി ഒന്ന് വായിക്കാം. നാവുകൊണ്ട് എങ്ങനെയാ ഓർക്കലെന്ന് ജനങ്ങളോട് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യാം. ഞങ്ങളാരും മുട്ടുന്നാലുകൊണ്ട് മൂത്രയിക്കലും നാവുകൊണ്ട് ഓർക്കലുമില്ല. പച്ചയായി അല്ലാഹുവിന്റെ ദീനിനെ വിശദീകരിച്ച പണ്ഡിതന്മാരുടെ കിതാബ് യദ്കുറുബിലിസാനിഹി സിർറൻ, നാവുകൊണ്ട് പതുക്കെ ഓർക്കണം എഴുതി. അന്ന് നമ്മൾ ആലിമീങ്ങൾക്ക് പ്രസംഗിച്ചു. മുജാഹിദീങ്ങളൊന്ന് വായിച്ചു നോക്കണ്ട എങ്ങനെ ഒരു തട്ടിപ്പുണ്ടോന്ന് ഇല്ല. പക്ഷേ മുജാഹിദ് രണ്ടായപ്പോ പരസ്പരം കുറ്റപ്പെടുത്താൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പുസ്തകം വായിക്കാൻ തുടങ്ങി. അപ്പോഴാ വഹാബികൾ ബുക്ക് വായിച്ചു തുടങ്ങി. വായിച്ചപ്പോ അബ്ദുസ്സലാം സുല്ലമിന്റെ ബുക്കിൽ ഇങ്ങനെ ഒരുപാട് തട്ടിപ്പായി. അങ്ങനെ ഓതായിക്കാരനായ അബൂബക്കർ സലഫി പറയാണ്, സുന്നികളുടെ മുഖാമുഖത്തിന് പോയിങ്ങാണ്ട് നാദാവർ തെറ്റിയാ തോന്നുന്ന ഒരു വഹാബി സുന്നിയായി. കാരണം എന്താ? സുന്നി പണ്ഡിതന്മാര് പറഞ്ഞു മൗലവിന്റെ ബുക്കിൽ ഇങ്ങനെ ഉണ്ട്. അപ്പൊ മുജാഹിദ് പറഞ്ഞു അങ്ങനെ ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ ഞങ്ങളൊപ്പം കൂടാം. നോക്കുമ്പോ മൗലവി പറഞ്ഞ മാതിരി കിതാബിലില്ല, മൗലവി കള്ളതരം കാട്ടിയതാ. അങ്ങനെ ആ ആള് സുന്നിയായിന. അങ്ങനെ കുറെ ആൾക്കാർ സുന്നിയാവും. അതുകൊണ്ടാ വഹാബികൾ മുഖാമുഖത്തേക്ക് വരാത്തതും. കിതാബ് ഒന്നിച്ച് അർത്ഥം വെക്കാന്ന് പറഞ്ഞാൽ ബോധപൂർവം കക്കല്ലേ, അതെങ്ങനെ നിഷേധിക്കാം? തൊണ്ടി സഹിതം പിടികൂടുന്ന ബേജാറല്ലാതെ നേർക്കുനേരെയുള്ള നിലപാടിൽ നിന്ന് വഴിമാറാൻ വഹാബികൾക്ക് മറ്റു കാരണമല്ല. അബൂബക്കർ സലഫി പറയാണ്, അബ്ദുസ്സലാം സുല്ലമി ഇങ്ങനെ ഒരുപാട് തട്ടിപ്പ്. എങ്ങനെ? തലയും പാലും മുറിക്കുക, എന്നിട്ട് അയക്ക് വേറെ പലതും കൂട്ടിക്കൊടുക്കുക. അങ്ങനെ വൈദ്യരെ കഷായം പോലെ ഒരു പുതിയ പ്രമാണം ഉണ്ടാക്കുക. അബ്ദുസ്സലാം സുല്ലമിന്റെ പരിപാടിയാണ്. ബുക്ക് നോക്കുമ്പോൾ അപ്പൊ അതൊക്കെ അറിയണത്. മൂപ്പര് സന്ദർഭത്തിൽ നിന്ന് ഇങ്ങനെ അടത്തിയത് ഒരിക്കലും ഒരു പണ്ഡിതൻ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഒരു സലഫി പണ്ഡിതൻ ചെയ്യാൻ പാടില്ല. ഈ മനുഷ്യനെ വിശ്വസിച്ചിട്ട് ഒരാള് സുന്നിയായ സംഭവം ഉണ്ടാ നാദാപുരത്താന്ന് ഞാൻ കേട്ട്. എന്താ? സുന്നികളായിട്ടുള്ള മുഖാമുഖം നടത്തി. അതിൽ അബ്ദുസ്സലാം സുല്ലമിയുടെ ബുക്ക് എടുത്ത് ഈ മനുഷ്യൻ ഉദ്ധരിച്ചു. അങ്ങനെല്ലാണ് സുന്നി മുസ്ലിയാരും പറഞ്ഞു. അവസാനം തർക്കമായി. അങ്ങനെ ഇല്ലെങ്കിൽ ഞാൻ സുന്നിയാന്ന് പറഞ്ഞു, ഉണ്ടെങ്കിൽ ഞാൻ മുജാഹിദാന്ന് സുന്നി മുസ്ലിയാരും പറഞ്ഞു. നോക്കുമ്പോ അങ്ങനല്ല. കാരണം മൂപ്പര് ഒരു വാചകെടുത്തു, പിന്നെ കുറേ ഒഴിവാക്കിയിട്ട് അതിന് പുള്ളിയൊന്നും ഇടാതെ പിന്നെ അതിനോട് ചേർത്തി അങ്ങോട്ട് വെച്ചു. മൂപ്പരെ താല്പര്യത്തിനൊക്കെ ഓരോന്ന് മൂപ്പര് ഇങ്ങനെ ചെയ്യും. ഞങ്ങൾ ഈ ക്ലിപ്പിടുന്നത് മടവൂരിയാക്കെതിരല്ല, ഓനെ ഞങ്ങൾ വേറെ നോക്കിക്കോളാം. ഞങ്ങൾ പറയുന്നത് ചങ്ങരംകുളം മുജാഹിദിനോടാണ്. അന്ന് അബ്ദുസ്സലാം സുല്ലമി കാണിച്ച ഒരുപാട് പകിടകളികൾ, പ്രമാണത്തിൽ മൂപ്പര് നടത്തിയ തട്ടിപ്പ് ഞങ്ങളെ ആലിമീങ്ങൾ ചങ്കേരി കവലകളിൽ പ്രസംഗിച്ചപ്പോ സലാം സുല്ലമി പറഞ്ഞു തരുന്ന ന്യായങ്ങൾ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ച മൗലവിമാര്, നിങ്ങൾക്ക് മൗലവിന്റെ ബുക്കൊന്ന് വായിക്കാൻ മുജാഹിദ് കിളരേണ്ടി വന്നില്ലേ? ഞങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കുന്നത് ഷാഫി മദ്ഹബ് പറഞ്ഞ ഈ ബുക്കൊന്നും ഷഫീഖ് മൗലവി ഇതുവരെ തൊട്ടുനോക്കിയേക്കൂല. വായിക്കാൻ മൂപ്പരും തള്ളി പറയും. എന്നിട്ട് അബൂബക്കർ സലഫി വലിയ മൗലവിനോട് ചോദിച്ചോളോ, എന്ത്? അല്ല മൗലവി, നമ്മൾ ഈ സലാം സുല്ലമിന്റെ ഒരുപാട് ബുക്ക് പ്രസിദ്ധീകരിച്ചിരിക്കണല്ലോ, ആ ബുക്കിലൊക്കെ കുറെ തലയും പോലും മുറിച്ചുകാണ്ട് ഇങ്ങനെ ഇബാറത്ത് കള്ളത്തരം കാട്ടിയിരിക്കണല്ലോ, എന്ത് ഇങ്ങനത്തെ ബുക്കൊക്കെ നമ്മൾ അടുത്തിറക്കി? അപ്പൊ വലിയ മൗലവിന്റെ മറുപടി ആ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദ്യം ചെയ്യാം. അബ്ദുസ്സലാം സുല്ലമി ഒരു ബുക്ക് എഴുതി കൊടുത്താൽ പിന്നെ അത് ചോദ്യം ചെയ്യണോ എഡിറ്റ് ചെയ്യണോ പ്രശ്നമല്ല. മൗലവി പറയണ എന്ത് ഈ ബുക്കൊക്കെ ഇങ്ങനെ അബദ്ധം അച്ചടിച്ചു വിടാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോ വലിയ മൗലവി പറയത്രേ, അതിനിപ്പോ അബ്ദുസ്സലാം സുല്ലമിയൊക്കെ ഇങ്ങനെ പിന്നെ ഇങ്ങനെയൊക്കെ കാട്ടും നമ്മളാരെങ്കിലും കരുതിക്കണോ? അപ്പൊ അബ്ദുസ്സലാം സുല്ലമിന് ബുക്ക് എഴുതി കൊടുത്താൽ അത് അള്ളാന്റെ ദീന്. ഷാഫി ഇമാമൊരു കിതാബ് എഴുതിയാലോ അതിന് കുറെ തെരിയാനും ഒഴിവാക്കാനുണ്ട്. അപ്പൊ തഖ്ലീദ് ആരോടാ? അബ്ദുസ്സലാം സുല്ലമിനോട്. ഞങ്ങൾക്ക് തഖ്ലീദ് ഷാഫി ഇമാമിനോട്. കാരണം ഞമ്മക്ക് അതൊക്കെ നോക്കിയെടുക്കാൻ ഒഴിവുണ്ടോ? അബ്ദുസ്സലാം സുല്ലമി എഴുതി തരുന്ന ബുക്ക് മൂപ്പര് അങ്ങനെയൊന്നും ചെയ്യൂലെന്ന് നമ്മൾ കരുതി. അല്ലാതെ ഇപ്പൊ ഞമ്മക്ക് ഇതൊക്കെ പരിശോധിക്കാൻ നേരമുണ്ടോ? കാരണം ഓർക്ക് പരിശോധിക്കാനുള്ള നേരം മുഴുവൻ എവിടെയാ? ഫത്തുൽ മുഈനും ഷാഫി ഇമാമിന്റെ ഉമ്മക്ക് പരിശോധിക്കുന്ന ടൈമല്ലേ? സലാം സുല്ലമിന്റെ ബുക്കിൽ തെറ്റും നോക്കുന്ന ടൈമുണ്ട്. സുല്ലമി പറഞ്ഞാൽ ദീനെ ഇതാ കാലത്ത് ആദാമി ഇപ്പൊ ശ്രദ്ധിക്കുക. സുല്ലമി താത്ത പറഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്തും അതല്ല. ഷാഫി ഇമാമ് പറഞ്ഞാൽ ഒന്ന് ആലോചിക്കണം.
അബൂബക്കറിന്റെ നെട്ടിക്കുന്ന വിവരം. ഇതുപോലെ മൂപ്പര് ചെയ്ത ഒരു തിരിമറിയും കൂടി ഞാൻ കാണിച്ചുതരാം. ഒരുപാടുണ്ട്, പക്ഷെ ഒന്നും കൂടി ഞാൻ കാണിച്ചു. വല്ലാത്തൊരു തിരിമറിയാണ്. ഇതിപ്പോ ബാക്കിൽ തള്ളി, ഞാൻ തൊട്ട് മുമ്പും ബാക്ക് ഒന്നിച്ച് തള്ളി നടുവത്ത് മാത്രം എടുത്ത ഒരു തിരിമറി കൂടി നിങ്ങളൊന്ന് കേൾക്കണം. ഇത് നടുവത്ത് മാത്രം മുതർക്ക് പറ്റുമെന്ന് കണ്ട പാടാൻ എടുത്ത്. അതിന് തൊട്ട് മുമ്പുള്ള വാചകം എടുത്താൽ പറ്റൂല, ശേഷം എടുത്താലും അത് പറ്റൂല. അപ്പൊ നടുവത്ത് മാത്രം എടുക്കാൻ ഇതാണ് ഒരു പണ്ഡിതന്റെ ദൗത്യം. ഈ മനുഷ്യന് വിജയിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റും. നിങ്ങൾ നാലാളെ പറഞ്ഞാണ് എല്ലാരെയും ഈ തരികട ഞങ്ങൾ കാട്ടിത്തരാം. 2 ഗ്രൂപ്പ് മുജാഹിദിലെ സകല മൗലവിമാരും പ്ലേൻ എടുത്ത ഈ തട്ടിപ്പാ കാട്ടുന്നു. രേഖാമൂലം മുന്നിൽ വന്നാൽ കാട്ടിത്തരാം. ഇതെങ്ങനെ വിജയിക്കും? മുമ്പ് എഴുതിയൊക്കെ വിജയിക്കാൻ പറ്റില്ല. മുമ്പ് അറിയില്ല. ഇനി പണ്ട് ചില ആൾക്കാർ പറയും കേന്ദ്രം വന്ന് പ്രസിദ്ധീകരിച്ചില്ല ഒരു പുസ്തകം. ഞാൻ നമ്മുടെ ജമിയത്തിന്റെ മുഹമ്മദ് മദനിയോട് ചോദിച്ചു, അല്ല സർ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, സുല്ലമിന്റെ പല ബുക്കും കേന്ദ്രമാ പ്രസിദ്ധീകരിച്ച്. അപ്പൊ മദനി അപ്പെടുത്തില്ല, എന്താ കാട്ടെ അവരൊക്കെ എഴുതിയ തെറ്റായിരിക്കൂലേക്ക് നമ്മൾ വിചാരിച്ചു. നമ്മളിങ്ങനെ നോക്കിയെടുക്കുമ്പോൾ ഷാഫിമാമിന്റെ തെറ്റ് നോക്കിയെടുക്കുന്ന ആൾക്കാരല്ലേ. നമുക്കിപ്പോ സുല്ലമിന്റെ തെറ്റ് തരാൻ നേരണ്ടോ? ആലോചിച്ചോക്കുങ്ങൾ, എത്ര വലിയ അപകടം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇമാമിങ്ങളെയും സ്വഹാബിമാരുടെയും പ്രവാചകന്റെ തന്നെയും പിന്നിൽ നിന്ന് സമുദായത്തെ മാറ്റിയിട്ട് ബനൂ ഇസ്രായേലിൽ ചെയ്തതുപോലെ വേദഗ്രന്ഥം പിടിച്ച് പുതിയ മതം നിർമ്മിക്കുന്ന പൗരോഹിത്യത്തിന്റെ ഉരുക്കുചങ്ങല പൊട്ടിച്ചെറിയ മുസ്ലിമേ, മനസാക്ഷിയോടെ മുന്നോട്ട് വാ. സത്യസന്ധമായി കാര്യങ്ങൾ വിലയിരുത്തൂ. ഇത് കട്ടിത്തല്ല, ഇത് ഭൗതികമായ താല്പര്യങ്ങളല്ല. ഇനിയോ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇതേ തട്ടിപ്പ് സലാസുല്ലമി മാത്രല്ല, എല്ലാ മൗലവിമാരും ചെയ്യുന്നുണ്ട്. ഒതായിക്കാരൻ അബൂബക്കർ നിങ്ങളുടെ സന്തത സഹചാരിയായ സക്കരിയാത്തരാകും കിതാബിൽ നടത്തിയ തട്ടിപ്പാണ് ഞാൻ കാണിച്ചു വരുന്നത്. ഇൻഷാ അല്ലാഹ് മാല മൗലിദുകളിലും കിതാബുകളിലും നടത്തിയ അട്ടിമറി നാളെ തുടർന്ന് നമുക്ക് സംസാരിക്കാം. അല്ലാഹു അനുകൂലമായ സാഹചര്യം നൽകുമാറാവട്ടെ. സഹോദരന്മാരെ നിങ്ങൾ നോക്ക്. ഇതാ അബ്ദുസ്സലാം സുല്ലമി മാത്രമല്ല, സക്കരിയ സുലാഹിയും കിതാബ് അട്ടിമറി നടത്തി. കിതാബ് എന്ന് മാത്രമല്ല, പച്ച മലയാളത്തിലെ ബുക്ക് വരെ അട്ടിമറി നടത്തി. എവിടെ? ഇടമുട്ടത്ത്. അങ്ങനെ നന്നായി മുട്ടിയപ്പോ കുടുങ്ങി. ഇപ്പൊ മൗലവിക്ക് അതിങ്ങനെ തേട്ടി വരികയാണ് പലർക്കും. ഈ വയറിനൊക്കാത്ത വല്ലതും തിന്നാണ്ടാവും ഒരു അയമോസ പോരാ. ഇവിടെ വന്നിട്ട് മൗലവിന്റെ വയറ്റുകൂടെ ഇങ്ങനെ ഉരുട്ടുന്നുണ്ട്. അത് ഇടമുട്ടം സംഭാവന. അങ്ങനെ മൗലവി പറയണ്, ഇടമുട്ടത്ത് വെച്ചുകൊണ്ട് ഞാൻ വായിച്ചു. എന്താ വിഷയം എന്നറിയോ? ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങൾ പാപ്പ കബറ് ചുംബിക്കണ ഒരു ക്ലിപ്പ് ഇവിടെ ഇട്ടു. അത് സക്കരിയ സലാഹി. എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു, കണ്ടോ കബർമ സുജൂദ് ചെയ്യണേ. കബർമ ചുംബിക്കണ പറഞ്ഞപ്പോ അതിൽ വലിയ വിഷയമൊന്നുമില്ല. അത് കുഞ്ഞാൾ പഠിപ്പിക്കുന്ന സംഗതി തന്നെയാണ്. പക്ഷേ കബർമ ചുംബിക്കണെ കാണിച്ചിട്ട് വേണം. പൊന്മള ഉസ്താദ് നിന്നാണ് വൈലത്തൂർ ഉസ്താദ് അവിടെ ഇരുന്നുകാണ്ട് കബർ ചുംബിക്കണം. അപ്പൊ അതിങ്ങനെ കാണിച്ചിട്ട്, കണ്ടോ വൈലത്തൂര് തങ്ങൾ കബർമ ചുംബിക്കും, കബർമ സുജൂദ് ചെയ്യണേണ. ആന്ന് കേട്ടോളി, കബർമ സുജൂദ് ചെയ്യണേ. ഇവരല്ല പൊന്മളം പിടിയാരും വൈലത്തൂർ തങ്ങളും ജാറത്തുമ്മ സുജൂദ് ചെയ്യുന്നത് കണ്ടോളി. കാണാൻ പോകണം. അപ്പൊ ജാറത്തുമ്മ സുജൂദ് ചെയ്യണേ കണ്ടോളി എന്ന് പറഞ്ഞിട്ട് എന്താണ്? പൊന്മള ഉസ്താദും വൈലത്തൂർ തങ്ങൾ പാപ്പിയും കബർ ചുംബിക്കണതാടണേ. സുജൂദ് പറഞ്ഞാൽ ഞങ്ങള് നെറ്റിച്ചടം ഭൂമിയിൽ വെക്കണീനാ പറയല്. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ വിഷയാവൂലല്ലോ, തെളിയിക്കാനും കഴിയൂലല്ലോ. അപ്പൊ മൗലവി എന്ത് പറഞ്ഞു? കബർമ സുജൂദ്. മൗലവി ചുംബിക്കുന്നത് മുഴുവൻ സുജൂദാണെങ്കിൽ മൗലവി നിങ്ങളൊക്കെ സുജൂദ് ചെയ്ത സ്ഥലം മുഴുവൻ മൈക്കന്റെ മുന്നിൽ പറയാൻ പറ്റുമോ? ഈ ചുംബിക്കണോടെ മുഴുവൻ സുജൂദ് അന്ന് നിങ്ങൾ എത്ര സ്ഥലത്ത് സുജൂദ് ചെയ്തൊക്കെ അതൊക്കെ മൈക്കിൽ കൂടെ പറയാൻ പറ്റും? എന്ത് വൃത്തിയേടും പോയത്താണ് നിങ്ങൾ ഈ പറയുന്നത്. എന്നിട്ട് പോയത്തക്കാരനാരാ? കണ്ണാടിന്റെ മുന്നിൽ നോക്കിയാൽ മതി. കബർമ സുജൂദ്, കബർമ സുജൂദ്. സുജൂദ് പറഞ്ഞാൽ എന്താ? മാത്രമല്ല ഇവിടെ നിങ്ങളുടെ വെളിയങ്കോട് ഉമർ മൗലവി റഹിമഹുള്ള പറഞ്ഞിരിക്കുന്നു. ഇവിടെ ആ ഉമർ മൗലവി എന്ന് പറയുന്നത്, ഒരാള് വിഗ്രഹത്തിന്റെ മുമ്പിൽ സുജൂദിലായി കിടക്കുന്നത് കണ്ടാൽ, മക്ബറന്റെ മുന്നിലല്ല, കണ്ടോളി, ഒരാള് വിഗ്രഹത്തിന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കുന്നത് കണ്ടാൽ, സുജൂദിൽ കിടക്കലാ കുമ്പിടല, അത് വേറെ വിഷയം. ഒക്കെ വെട്ടിപ്പേ പറയുള്ളൂ. കാരണം കുരുത്തക്കേട് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഒരിക്കലും മര്യാദക്കുള്ളത് പറയാൻ തോന്നിക്കിട്ടില്ല. അതാ കുരുത്തക്കേടിന്റെ ഒരടയാളം. എവിടെ വിഗ്രഹത്തിന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കുന്നത് കണ്ടാൽ അത് ഒറ്റയടിക്ക് തിരുക്കാന്ന് പറയരുതേ, എഴുതി വെച്ചിട്ടില്ലേ. എന്നിട്ടാണ് കബറിന്റെ മക്ബറ ചുംബിക്കുന്നത് വെച്ചിട്ട് സുജൂദ് എന്ന് പറയുന്നത്. വിഗ്രഹത്തിന്റെ മുമ്പിൽ കുമ്പുന്നത് കണ്ട സുജൂദ് എന്ന് പറഞ്ഞുകൂടാന്ന് പറഞ്ഞ മൗലവിമാരെ പിൻഗാമികളെ. ഞങ്ങൾ കബർ ചുംബിക്കണമല്ലെന്നെയാണ് എന്തായാലും സംശയം. അപ്പൊ അത് വെച്ചിട്ട് മൗലവി കബർമ സുജൂദ് എന്താ വിഷയം? ചുംബിക്കല. ചുംബിക്കണ മുഴുവൻ സുജൂദാണെങ്കിൽ മൗലവി ചെയ്ത സുജൂദൊക്കെ നാട്ടുകാരോട് പറയാൻ പറ്റില്ല.
അപ്പൊ അതൊരു ന്യായമല്ല മൗലവി. എന്നിട്ട് അത് വെച്ചിട്ട് മൗലവി പറയണം എന്ത്? സഹോദരന്മാരെ, മൗലവി ആ ബുക്ക് എടുത്തിട്ട് ഇടമുറ്റത്തൊരു ബുക്ക് എടുത്ത് വായിച്ചു. ആ ബുക്കിലുള്ളത് എന്താണ്? കഴിവും കാര്യവും ഒക്കെ അള്ളാഹ്ക്കാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സുന്നി അള്ളയല്ലാത്തവർക്ക് ആർക്കും സഹായം ചെയ്യാൻ കഴിയൂല എന്ന് വിശ്വസിച്ചുകൊണ്ട് സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ടാൽ അത് ശിർക്കാന്ന് ഒറ്റയടിക്ക് പറയാൻ പാടില്ല. കർമ്മശാസ്ത്രപരമായി അത് ഹറാമായേക്കാം. എന്നിട്ട് മൗലവി ചോദിക്കാം, ഹറാമാണെന്ന് തന്നെ മൂപ്പർക്ക് ഉറപ്പില്ലായിട്ടല്ല മൗലവി, കൊട്ടക്കണക്കിന് ഹറാമെന്ന് പറയാൻ പറ്റൂല. അപ്പൊ ആടുന്നതിന്റെ മുമ്പിൽ മലക്കാട് ചെയ്ത് തോന്നിയാക്കാന്ന് വരും. പൂർവികരായ പ്രവാചകന്മാരുടെ കാലത്ത് അങ്ങനെ ആദരവിന്റെ പരിപാടി ഉണ്ടെന്നുള്ളത് ഹറാമാന്ന് വരും. ഞങ്ങൾക്ക് കാര്യം പാടും നോക്കിയിട്ടേ മതം പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്താ മേപ്പുര ഇല്ലാത്തവന് തീപ്പൊരി മേടിച്ചാലാന്ന മാതിരി നിങ്ങൾക്ക് ഇന്നത്തെ പ്രമാണം തീരുക. അപ്പോ ഇവിടെ മൗലവി എന്ത് പറയണറിയോ? കഴിവും കാര്യവും ഒക്കെ അള്ളാഹുവിലാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു സുന്നി സുജൂദിന്റെ രൂപത്തിൽ കടക്കണേ കണ്ടാൽ അവിടെ വായിക്കാത്ത സംഗതി മൗലവി ഇവിടെ എന്ത് ചെയ്യാണ്? വായിച്ചുകളെന്ന് പറയാൻ. എന്നിട്ട് ഇടമുറ്റത്ത് അത് വായിച്ചിട്ട് ഇങ്ങനെ വെറുതെ മാപ്പ് പറയാൻ പറഞ്ഞു എന്നാ മൗലവി പറയണേ. എന്നാ ഇടമുറ്റത്ത് ഞാൻ വായിച്ച സഖാത്തിന്റെ എന്താണത്? കഴിവും കാര്യവും അള്ളാഹ്ക്കാണെന്ന് വിശ്വസിക്കുന്ന ഒരു സുന്നി അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്താൽ പോലും കുറ്റാവുകയില്ല, ചെറുക്കാവുകയില്ല. വായിച്ചാ പിന്നെ ചെറുക്കെന്ന് വരാൻ കഴിയൂല. അപ്പൊ ഇത് വായിക്കാതെ ബാക്കിയാ വായിച്ചേ. ഇങ്ങനെയുണ്ട്. പിന്നെ അത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ വീക്ഷണത്തിൽ ഹറാം ആയേക്കാം, അത് മൂപ്പർക്ക് ഉറപ്പില്ലായിട്ടല്ല, ഹറാമാകണ പോലുണ്ട്, ഹറാം അല്ലാത്തതുണ്ട്. അതുകൊണ്ടാണ് കൊട്ടക്കണക്കിന് പറയാഞ്ഞേ. അതിന്റെ പേരിൽ അറുപത്താം സഭ നിന്നുപോയത്. ആദ്യം ഞാനത് വായിച്ചപ്പോ പേരോട് പറഞ്ഞു സക്കാബി എഴുതിയാണ്. ഏത് സക്കാബി? അങ്ങനെ സക്കാബി ഉണ്ടോ? ഒരു സക്കാബി ആദ്യം കയറി പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് തള്ളാൻ ശ്രമിച്ചു. വീണ്ടും ഞാൻ വായിച്ചപ്പോ മൂപ്പരിക്കുമ്പോ ഞാൻ വിടൂലെന്ന് കണ്ടപ്പോ എന്നോട് അതൊന്ന് കാണണം, മധ്യസ്ഥമായിട്ട് വന്ന് അതൊന്ന് മേടിച്ചായിരുന്നു. വിടൂലാന്ന് കണ്ടപ്പോ പേരൊടുത്ത് പിന്നാലെ കൂടിയെന്നല്ല, പേരൊടുത്തത് മൂപ്പരെ വിടൂലാന്ന് കണ്ടു. അങ്ങനെ ബുക്കിലില്ലാത്തത് വായിച്ചുകൊണ്ട് ഗീർവാണം മുഴക്കിയപ്പോ പേരൊടുത്തത് ആ ബുക്കിന് കൊണ്ടാ ഞാൻ നോക്കി വായിച്ചു തരാ. അപ്പൊ മൗലവി കുറുക്കൻ ആമന കിട്ടിയ മാതിരി കൊടുക്കണില്ല. അതുണ്ടായത്. ബാക്കി കേട്ടോ. അങ്ങനെ നമ്മൾ കൊടുത്തു. എന്നിട്ട് മധ്യസ്ഥന്മാരോട് പറഞ്ഞു നിങ്ങൾ ആ ബുക്കൊന്ന് വാങ്ങിത്തരണം. ഇതേ മധ്യസ്ഥന്മാരോട് പറയേണ്ടി വന്ന് മൗലവിമാരോട് പറഞ്ഞിട്ട് കേൾക്കായിട്ടേ അതിനാ മധ്യസ്ഥന്മാരെ വെക്കുക. അപ്പൊ ബുക്കിൽ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്ന് മൗലവി വായിച്ചിന്റെ തലയും പാലും കട്ടു. കട്ടത് പിടികൂടും എന്ന് പേടിച്ചിട്ട് ബുക്ക് കൊടുത്തില്ല. കൊടുക്കാതെ ആയപ്പോ മൗലവിമാരെ മുമ്പിൽ നിന്ന് മധ്യസ്ഥന്മാരെ ഇടപെടിച്ച് ബുക്ക് വാങ്ങിയിട്ട് പൂർണ്ണമായി വായിച്ചപ്പോൾ മൗലവി പറഞ്ഞ ശിർക്കാരോപണത്തിന് വിഷയമല്ല. അങ്ങനെ മൗലവിന്റെ വിഡിത്തം പൊളിഞ്ഞതാണ്. ബാക്കി കേട്ടു. എന്നിട്ട് അലവി പേരോടും കൂടി കുറുക്കൻ ആമനെ കിട്ടിയ തിരിച്ചും മറിച്ചൊക്കെ നോക്കി ന്യായീകരിച്ചു നോക്കി. ന്യായീകരിച്ചിട്ട് ക്ലച്ച് പിടിക്കുന്നില്ല. അപ്പൊ പിന്നെന്തായി? സക്കരിയ സാഹി മാപ്പ് പറയണം. ഞാൻ മാപ്പ് പറയില്ലെന്നപ്പോ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. തെറ്റു പറയാത്ത ആള് മാപ്പ് പറയില്ലോ. മാപ്പ് പറഞ്ഞ എനിക്ക് വാദപ്രിയ നടക്കുമല്ലോ ഉച്ചക്കേഷൻ. അപ്പൊ മൗലവി പറയാ എന്നോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞു. ഞാൻ മാപ്പ് പറയില്ലല്ലോ. നിങ്ങൾ മാപ്പ് പറയില്ലെന്ന് ഞങ്ങൾക്കറിയാം. കാരണം നിങ്ങൾ തൊലിക്കട്ടിയാണ്, കണ്ടാമൃഗം തലയിൽ മുണ്ടുള്ള തൊലിക്കട്ടിയാണ്. അതുകൊണ്ട് മൗലവി എന്തായാലും മാപ്പ് പറയില്ല ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങൾ സംവാദം നടത്തുന്നത് നിങ്ങൾ ഈ തലയും പാലും കക്കണ ജനങ്ങളെ ബോധ്യപ്പെടുത്താനാ. ഏക പ്രസംഗത്തിൽ അത് നടക്കൂല. അത് പിടിക്കാനാ ഞങ്ങൾ സംവാദത്തിന് വരുന്നേ, അത് ബോധ്യപ്പെടുത്താനാ ഞങ്ങൾ അത് പറഞ്ഞേ. അങ്ങനെ എന്ത് ചെയ്തു? ഇനി നിങ്ങൾക്ക് ആ ഇടമുട്ട സംവാദത്തിൽ ആ ഭാഗം കാണാം. കഴിവുമുള്ള ഒരു സുന്നി അഥവാ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാള് സുജൂദ് ചെയ്യുന്നത് കണ്ടാൽ ഹറാമെന്ന് പറയുന്നത് ഒറ്റയടിക്കുന്ന അത് തന്നെയാണ് ഉമർ മൗലവിയും പറഞ്ഞത്. വ്യത്യാസമല്ല. കാരണം വിഷയം വിശ്വാസമാണ്. വിശ്വാസം വേണ്ടത് എന്തെന്ന് പരിശോധിച്ചിട്ട് ശിർക്ക് എന്ന് പറയാൻ പറ്റുള്ളൂ. അതേ സമയത്ത് അത് ഹറാമാവും വിഷയത്തിൽ. ഇങ്ങനെ മഹാരഥന്മാരുടെ വിഷയത്തിലുള്ള ചില വിഷയം ഉദ്ധരിച്ചതിന്റെ സന്ദർഭോചിതമായ വലിയ അടർത്തി മാറ്റിയിട്ട് മൗലവി വായിച്ചപ്പോ അതിന്റെ അപ്പുറം കൂടി വായിക്കാൻ പറഞ്ഞു. അപ്പം മൗലവി വായിച്ചില്ല. അപ്പൊ പേരൊടുക്കാവുന്ന ബുക്കിന് കൊണ്ട ബുക്ക് വാങ്ങിയിട്ട് പേരൊടുക്കാതെ അതിന്റെ ആ വിഷയവുമായി ബന്ധപ്പെട്ട ഭാഗം കൂടി വായിച്ചു. മുഴുവൻ വായിക്കാൻ പറഞ്ഞിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട വിഷയം വായിക്കാൻ പറഞ്ഞു. മൗലവി വായിച്ചില്ല. അവസാനം മുജാഹിദ് മധ്യസ്ഥൻ ഇടപെട്ടു. നാണിയാക്ക ഒന്ന് വായിച്ചു കൊടുക്കി മൗലവിമാരെ. അപ്പം മൗലവിമാർ അവസാനം കുടുങ്ങിയിട്ട് സക്കരിയ വായിച്ച കോലം കണ്ടു. അന്നല്ലാത്തവർക്ക് സുജൂദ് ചെയ്യാം, അവർക്ക് മാത്രമല്ല സൃഷ്ടികൾക്കാർക്കും സുജൂദ് ചെയ്യാം എന്നിടത്ത് നിങ്ങൾ സക്കാഫി എത്തി തുടങ്ങി. അപ്പൊ സക്കാഫത്തിൽ ഇന്നത്തിന്റെ കോലം എന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ മൗലവി പച്ചക്കള്ളം തലം മാറ്റി വെച്ചിട്ട് ഇവിടെ കണ്ടോ കഴിവും കാര്യവുമുള്ള സുന്നീന്ന് മൗലവി വായിച്ചില്ല അവിടെ. പക്ഷെ ഇവിടെ നമ്മളത് കാണിക്കുന്ന മൗലവിക്ക് ഉറപ്പാ. അപ്പൊ ഇവിടെ മൗലവി അത് കൂട്ടി പറഞ്ഞു.
ഇനി ആ ബുക്ക് അതിന്റെ മുമ്പിലുള്ളത് വാങ്ങി വായിച്ചു കൊടുക്കാൻ വേണ്ടി ചോദിക്കാണ്. ചോദിക്കുമ്പോ മൗലവി ഒരു നേരത്തും കൊടുക്കൂല. എന്താ ധൈര്യത്തിനും കൊടുത്തൂടെ? കൊടുക്കണില്ല കേട്ടോ, കണ്ടോളൂ. കിട്ടിയെന്ന് പറയുന്ന എന്തായാലും മൗലവി കൂട്ടിപ്പിടിച്ചിട്ടില്ല. ഞങ്ങളാരും നിങ്ങൾ അന്തത്തോളം നോക്കി വായിക്കണത്. അതിലല്ല കുറുക്കനാമത്ത് ആമന കിട്ടിയാൽ ബുക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ നടീക്ക് പൂച്ചൊരു രംഗണ്ട്. അതിനാ കുറുക്കനാമന കിട്ടിയ മാതിരി എന്ന് പറയാ. അപ്പൊ ഇങ്ങനെ തലയും പാലും മുറിച്ചു വായിക്കണം. സുന്നി പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വസിച്ച സുന്നി എന്നുള്ളത് ഇവിടെ മൗലവി പറഞ്ഞില്ല. അവിടെ വായിച്ചിട്ടില്ല, ഇവിടെ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നു. അതാണ് തട്ടിപ്പിന്റെ വേറൊരു കോലം. അതെ, വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അല്ലാഹു തആല അൽക്കല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി. അതെ, നേരത്തെ വായിക്കുമ്പോൾ തീർത്തും വായിച്ചിട്ടില്ല. അതെ, നേരത്തെ വായിക്കുമ്പോൾ തീർത്തും വായിച്ചില്ല. മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ അത് ഹറാമായേക്കാം. അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല ആദം നബിക്ക് സുജൂദ് ചെയ്യുവാൻ മലക്കുകളോട് കൽപ്പിച്ചത്. മലക്കുകളുടെ സുജൂദ് ശിർക്കല്ല. മലക്കുകളുടെ സുജൂദ് ശിർക്കാൻ നിങ്ങൾക്ക് വാദമുണ്ടോ? നിങ്ങളിങ്ങനെ മൂടി വെച്ച് വായിക്കുന്നത് സാധാരണ പതിവാണ്, അതുകൊണ്ടാണ് വാങ്ങിയത്. അപ്പോ മലക്കുകൾക്ക് ആദം നബി അലൈഹിസ്സലാം മലക്കുകള് ആദം നബിക്ക് സുജൂദ് ചെയ്ത് ശിർക്കല്ല. ഇതിലാർക്കാണ് തർക്കം? പിന്നെ ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് കാദ്യാനിക്ക് പോകുന്നു. ചേകലൂർ എങ്ങനെയാ പോയെന്നറിയാം നിങ്ങള്? അതെ, പൂനൂര ബുക്രമൂലം എങ്ങനെയാ പോയത്? കാദ്യാനിക്ക് പോയത് മുജാഹിദ് തന്നെ. ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആദ്യം മുജാഹിദാകുക, പിന്നെ കാദ്യാനിയാകുക, പിന്നെ ചേകനൂരാകുക. പിഴച്ചു പിഴച്ച് ഇങ്ങനെ പോകലല്ലേ? അപ്പൊ നിങ്ങൾ ഇനി എന്താകുക ആർക്കറിയാം? അതിങ്ങനെ പോകലല്ലേ? അത് എല്ലാവരും പിഴച്ചു പോലെ അങ്ങനെ തന്നെയാണ്. ഇനി ഇത് തന്നെയാണ് ഉമർ മൗലവിയും എഴുതിയത്. സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നുണ്ടാൽ മുശ്രിക്കാണെന്ന് പെട്ടെന്ന് പറയരുത് എന്ന് പറഞ്ഞ ഉടനെ അയാൾ പറയുന്നത് വിഗ്രഹത്തിന്. നേരത്തെ പറഞ്ഞ ആൾക്കാ, ഇത് വിഗ്രഹത്തിനാ. മുർമോലി പറഞ്ഞ വിഗ്രഹത്തിന് സുജൂദാ, മറ്റൊരു മലക്കിനാ. അത് നബി ആൾക്കാണ്. ആൾക്ക് സുജൂദിനെ പറ്റി അവിടെ പറഞ്ഞു തന്നെ. ഇത് വിഗ്രഹത്തിനാ മൗലവി പറയുന്നത്. എന്നിട്ട് നോക്കൂ, പറയാണ് വിഗ്രഹത്തിന് സുജൂദായിട്ട് തന്നെയാണോ അങ്ങനെ കിടന്നത്, അഥവാ വേറെ വല്ല നിലയിലോ എന്ന് ഒരു അന്വേഷണം നടത്തേണ്ടതാണ്. ഒരു കമ്മീഷനെ നിശ്ചയിക്കണം. എന്തിന്? സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ട. സുജൂദിന്റെ രൂപത്തിൽ കിടക്കല കുമ്പിടലല്ലേ? കിടന്നാ സുജൂദാ? അപ്പൊ എന്താണ് ഈ പറഞ്ഞതെന്നറിയില്ല. എന്നിട്ട് വിഗ്രഹത്തിന് സുജൂദ് ചെയ്താൽ തന്നെ വിശ്വാസം നോക്കാണ്ട് പറഞ്ഞുവിടാൻ എഴുതിയ നിങ്ങളാണോ ഇവിടെ മലക്കുകളോട് ആദം നബി അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞത് ശിർക്കല്ല എന്ന് പറയുന്നതിനെ എതിർക്കുന്നത്? ഖുർആൻ അങ്ങനെ ഇല്ലേ? അതുപോലെ യൂസുഫ് നബിക്ക് സുജൂദ് ചെയ്തത് ഖുർആനിൽ ഇല്ലേ? അതൊക്കെ ശിർക്കാണെന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? അതുകൊണ്ട് മുൻഗാമികളായ ആളുകളുടെ മതത്തിൽ സുജൂദ് കൊണ്ട് ബഹുമാനിക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ വാചകങ്ങൾ നിങ്ങൾ അപ്പുറന്നു. അതുകൊണ്ട് നിങ്ങളെ വാദപ്രതിവാദമാണിത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇത് നിങ്ങളെ സാധാരണ പ്രസംഗമല്ല. സാധാരണ പ്രസംഗത്തിൽ ആളുകൾക്ക് അറിയില്ല. അപ്പുറം നിങ്ങൾ മൂടി വെക്കുന്നത് മനസ്സിലാവില്ല. നിങ്ങൾ മുമ്പേ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഏർപ്പാട് നിർത്തണം. നിങ്ങൾ ഈ മുജാഹിദ് എന്ന് പറഞ്ഞ ആശയം തന്നെ കളവാണ്. ദജ്ജാലൂന കദ്ദാബൂന യഅ്തൂനകും മിനൽ ഹദീസ് ബിമാ ലം തസ്മഉ അൻതും വലാ അബാഉകും. നിങ്ങളെ ഉപ്പാപ്പമാര് കേൾക്കാത്ത പുതിയ വർത്തമാനങ്ങളും കൊണ്ടുവരുന്നവർ കബളിപ്പിക്കുന്നവരാണ്, പച്ചക്കള്ളം പറയുന്നവരാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ് തെളിഞ്ഞിരിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് ഈ
ഏർപ്പാട് നിങ്ങൾ നിർത്തണം, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്ത് ശരിയായില്ല എന്ന് നിങ്ങൾ ഞങ്ങളെ മുന്നിൽ. മൗലവി അത് കട്ടതിന് മാപ്പ് പറയണം, അതിനാ മാപ്പ് പറയണം എന്നുള്ളത്. അപ്പോഴാ മൗലവി വന്ന് ഞാൻ മാപ്പ് അറിയില്ലല്ലോ, അത് പറയില്ല, കാരണം തൊലിക്കെട്ടി കണ്ടാമൃഗത്തിന്റെ അല്ലേ, അതുകൊണ്ട് പറയില്ല. ഇനി നിങ്ങൾ നോക്ക്, മൗലവിനോട് അത് വായിക്കാൻ പറയും, വായിക്കൂല. എന്താ വായിച്ചാ കരളിന് കൊള്ളും. എന്നിട്ട് മുജാഹിദ് മധ്യസ്ഥനാണ് ആ എഴുന്നേറ്റ് നിൽക്കുന്നത്. അയാൾ പറയും മൗലവി ആന്ന് വായിച്ചു കൊടുക്കും, കാരണം മൂപ്പര് കുഞ്ഞനെയും കുറിച്ച് കൂടിയതാണ്. അവിടെ കുറുക്കനാമനെ കിട്ടിയ മതി. മൗലവിമാരെ മധ്യസ്ഥന്റെ കൈ കിട്ടിയപ്പോ കുറുക്കന്റെ കയ്യിൽ ആമനെ കിട്ടിയ മതി, ആക്കിക്കാൻ വയ്ക്കുന്നില്ല. എന്നിട്ട് ആവർത്തിച്ച് പറയും മൗലവിമാരോട്, കേട്ടോ രണ്ട് ബുക്കിലുള്ളത് കൃത്യമായിട്ട് വായിച്ചിട്ട് കാര്യങ്ങൾ പറയും. ആ പരിപാടിയല്ല, വായിക്കൂലേ. വായിച്ച വിഷയത്തിന്റെ കോലം തിരിയില്ലേ. മുഴുവൻ വായിക്കാനല്ല പറഞ്ഞത്, ആ വിഷയവുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. ഇവിടെ മൗലവി പറയുന്നത് മുഴുവൻ വായിക്കാൻ പറഞ്ഞൂടാ. ഇതുമായി ബന്ധപ്പെട്ട ഭാഗം വന്നത് ഒരു 2 മിനിറ്റ് കൊണ്ട് തീർത്തി. മുജാഹിദ് മധ്യസ്ഥനാണ് പറയുന്നത്. ഒന്ന് ഇരിക്കേ. മുജാഹിദ് മധ്യസ്ഥൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് അല്ലെങ്കിൽ വെള്ളം എത്തിയാൻ കുടിക്കുന്നു. 2 മണിക്ക് വെള്ളം പറഞ്ഞാൽ മതി. ആണാണെങ്കിൽ വായിച്ചില്ല. ഇതാണ് വിഷയം. എല്ലാവരും ഒന്ന് ഇരിക്കാമെന്ന് വായിക്കട്ടെ. ഇനി വായിക്കണുണ്ടോ? എന്റെ സമയമാണ്, അത് ശ്രദ്ധിക്കാൻ സമയം. ഈ ലേഖനം മാറ്റം മുതൽ അവസാനം വരെ നിങ്ങൾ വായിച്ചോളി, എനിക്കത് വായിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ലേഖനം മുഴുവൻ വായിക്കാൻ എന്റെ പണി, അത് ഞാൻ വായിക്കേണ്ടത് വായിക്കും. മൂപ്പർക്ക് വായിക്കേണ്ടത് വായിക്കും. അതിനെ പുല്ലമീൻ കാട്ടല്, അതെന്നെ അബ്ദുസലാം സുല്ലമീൻ കാട്ടല്. വായിക്കേണ്ടത് വായിക്കും മൂപ്പർക്കനുസരിച്ച്. മൂപ്പരോട് ആ ലേഖനം മുഴുവൻ വായിക്കണം എന്ന് ആരും പറഞ്ഞിട്ടില്ല. സുന്നിപ്പണ്ഡിതന്മാരും പറഞ്ഞിട്ടില്ല, മധ്യസ്ഥന്മാരും പറഞ്ഞിട്ടില്ല. ആ വിഷയവുമായി ബന്ധപ്പെട്ട ഭാഗം വായിക്കണം എന്നാ. ഇങ്ങനെയാണ് മതത്തിൽ മൗലവിമാര് പകിട കളിക്കുന്നത്. ഒരു ഉദാഹരണം കൂടി നോക്കൂ സഹോദരന്മാരെ. നാട്ടിൽ നടക്കുന്ന ദിക്റിന്റെ മജ്ലിസുകൾ, ആ ദിക്റിന്റെ മജ്ലിസുകൾ മുസ്ലിമിന്റെ ആത്മീയ മജ്ലിസല്ലേ, അതിനെ പ്രോത്സാഹിപ്പിക്കാത്ത മുസ്ലിമുണ്ടോ? എന്നാൽ മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അദ്കാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ ലക്ഷ്യം തന്നെ അതിനെ പ്രചോദിപ്പിക്കലും പ്രോത്സാഹിപ്പിക്കലുമാണ്. ആ അദ്കാറിൽ ദിക്റിന്റെ മജ്ലിസിനെ കുറിച്ച് ഒരുപാട് പുണ്യമാക്കപ്പെട്ട വരികളുണ്ട്. ജക്കരിയ സ്വലായി എന്ന് പറയുന്ന മൗലവി ദിക്റിന്റെ മജ്ലിസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം മാറ്റിവെച്ചു. എന്നിട്ടോ ദിക്ർ മജ്ലിസ് എന്നതിന് നവവി ഇമാം റളിയല്ലാഹു തആല അൻഹു വ്യാപകമായ അർത്ഥം പറഞ്ഞു. ഏത്? അതിന്റെ മുമ്പ് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു ദിക്റിന് വേണ്ടി ഇരിക്കലും അതുപോലെ വട്ടം കൂടി ഇരിക്കലും ഒക്കെ പുണ്യാണ് എന്നൊക്കെ വിശദീകരിച്ചിട്ട് പറഞ്ഞു. അങ്ങനെ വട്ടം കൂടി ദിക്ർ ചെല്ലണീന് മാത്രമല്ല, പിന്നെ മൊത്തത്തിൽ ദിക്ർ എന്നത് എല്ലാ ഇൽമിന്റെ മജ്ലിസിനും പറയുമെന്നൊരു വാചകണ്ടേ. ആ വാചകം എന്താണ്? വക്കാല അത്താഉൻ റഹിമഹുല്ലാഹ് മജാലിസു ദിക്രിയ മജാലിസുൽ ഹലാലി വൽ ഹറാം. ഹറാമും ഹലാലും ഒക്കെ പഠിപ്പിക്കുന്ന എല്ലാ മജ്ലിസും ദിക്റിന്റെ മജ്ലിസ് തന്നെയാണ്. അല്ലാതെ വെറും സുബ്ഹാനല്ലാഹ് അല്ലാഹു അക്ബർ ചെല്ലുന്ന മജ്ലിസ് മാത്രമല്ല ദിക്റിന്റെ മജ്ലിസ് എന്നാണ് കിതാബിലുള്ളത്. മാത്രമല്ല തൊട്ടപ്പുറത്ത് ഒരുപാട് ദിക്ർ മജ്ലിസിന്റെ പോരിച്ച പറയുന്നുണ്ട്. മൗലവി അതൊക്കെ കട്ടിട്ട് ദിക്റിന്റെ മജ്ലിസ് എന്ന് പറയുന്നത് ഹലാലും ഹറാമും കച്ചവടമൊക്കെ ചർച്ച ചെയ്യണ മസല പഠിപ്പിക്കണ ഇൽമിന്റെ മജ്ലിസാണെന്ന് മാത്രം വായിച്ചുകൊണ്ട് മജ്ലിസ് ദിക്റിനെ കൊല്ലാണ് മൗലവി. ദിക്റിന്റെ മജ്ലിസുകളെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിനെ കുറിച്ച് പ്രശംസിക്കുന്ന ഹദീസുകൾ മുസ്ലിയാക്കന്മാർ ഇപ്പോ ഈ ദിക്ർ ഹൽക്കും മറ്റുമൊക്കെ തെളിവാക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അതാ റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞതായി നവവി തന്നെ അല്ലദിക്കാരിൽ ഉദ്ധരിക്കുന്നുണ്ട്. മജാലിസുൽ ദിക്രി ഹുവ മജാലിസുൽ ഹലാലി വൽ ഹറാം. ഹലാലും ഹറാമും വിശദീകരിക്കുന്ന സദസ്സുകളാണ് ദിക്റിന്റെ മജ്ലിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൈഫ തശ്തരി വതബി വതുസല്ലി വതസു വതൻകിഹ് വതുതല്ലിഖ് വതഹജ്ജു അസ്ബാഹു ഹാദാ.
എങ്ങനെയാണ് കച്ചവടം നടത്തേണ്ടത്, വാങ്ങേണ്ടത്, കൊടുക്കേണ്ടത്, അതിന് നിയമങ്ങൾ എന്താണ്, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, നോമ്പ് കൊടുക്കേണ്ടത്, നിക്കാഹ്, തലാഖ്, ഇതിന്റെയൊക്കെ നിയമങ്ങൾ എന്താണ്, ഹജ്ജ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇതുപോലെയുള്ള ദീനിന്റെ വിധിവിലക്കുകൾ വിശദീകരിക്കുന്ന സദസ്സുകൾക്കാണ് മജ്ലിസുൽ ദിക്ർ എന്ന് പറയുന്നത്. അവിടെ മലക്കുകൾ ചുറ്റി നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവർക്കൊണ്ട് മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ മലക്കുകൾ ചുറ്റി നടക്കുമെന്ന് പറഞ്ഞ ഹദീസ് മറ്റൊരിടത്താണ് ഉദ്ധരിച്ചത്. എവിടെ? മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു ദിക്റിന്റെ മജ്ലിസ് എന്നത് ഇൽമിന്റെ മജ്ലിസിനും പറയും, അങ്ങനെ വ്യാപകാർത്ഥമുണ്ട് എന്ന് പറഞ്ഞ ഭാഗത്തിന്റെ മുമ്പ് പറഞ്ഞത് കേട്ടോ സക്കരിയാ, നിങ്ങൾ കട്ടുവെച്ചതാണ് സക്കരിയാ. ഇൽം അന്നഹു കമാ യുസ്തഹബ്ബു ദിക്റു, ഒറ്റക്ക് ദിക്ർ ചൊല്ലൽ സുന്നത്താണ് എന്ന പോലെ യുസ്തഹബ്ബു ജുലൂസുഹു ഹജ്ജ് അഹ്ലിഹി, ദിക്ർ ചൊല്ലുന്ന മജ്ലിസിൽ പോയി ഇരിക്കലും സുന്നത്താണ്. വഖദ് തലാഹറത്തുൽ അദില്ലത്തു അലാ ദാലിക, അതിലൊരുപാട് തെളിവുകളുണ്ട്, അതൊക്കെ ഇനിയും വിശദീകരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അതാ റസൂലുള്ള പറയുന്നു, സ്വർഗത്തിന്റെ തോട്ടം കണ്ടാൽ നിങ്ങളത് ശ്രദ്ധിക്കണം, പരിഗണിക്കണം. സ്വഹാബ ചോദിക്കുന്നു, റിയാദുൽ ജന്ന, ഏതാണ് സ്വർഗത്തിന്റെ തോട്ടം പ്രവാചകരെ? അവിടുന്ന് പറയുന്നു, ഹൽഖുൽ ദിക്ർ, അത് ദിക്റിന്റെ മജ്ലിസാണ് കേട്ടോ. അള്ളാഹ്ക്ക് ചില മലക്കുകളുണ്ട്, അവർ ദിക്റിന്റെ മജ്ലിസ് അന്വേഷിക്കുന്നവരാണ്. ആ മജ്ലിസിൽ അവരെത്തിയാൽ ആ മജ്ലിസിന് അവർ പരിരക്ഷയും പ്രൊട്ടക്ഷനും പരിവാരങ്ങളും കൊടുക്കുമെന്ന് മലക്കുകൾ പ്രൊട്ടക്ഷൻ നൽകുന്ന ഹദീസ് ദിക്ർ മജ്ലിസിന്റെ അവിടെയാണ് ഇമാം നബവി ഉദ്ധരിച്ചത്. അവിടെ ദിക്റിന്റെ മജ്ലിസിന്റെ പുണ്യം പറയുന്ന ഭാഗം കട്ടില്ലേ സക്കരിയാ, ഇല്ലെന്ന് പറയാൻ ധൈര്യമുണ്ടോ മൗലവി? അതില്ലെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ മൗലവി? മാത്രമല്ല സക്കരിയ, മൗലവി പ്രസംഗിച്ചതിന്റെ തൊട്ടു മുമ്പുള്ളത് എന്താണ്? ഇൽം അന്ന ഫളീലത്തു ദിക്രി ഗൈറു മുൻഹസിറത്തിൻ ഫിത്തസ്ബീഹി വത്തഹ്ലീലി വത്തഹ്മീദി വത്തക്ബീർ, ദിക്റും സലാത്തും ചൊല്ലുന്ന ദിക്റിന്റെ മജ്ലിസാണ്. അതിന് മലക്കിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്, മലക്കിന്റെ കാവലുണ്ട്, അത് ശ്രദ്ധിക്കുന്ന മലാകമാരുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് പറയുന്നു, അതിന് മാത്രമല്ല ദിക്റിന്റെ മജ്ലിസ് എന്ന് പറയുന്നത്. അത് ഭാഗം കട്ടു മൗലവി. ഇങ്ങനെ എത്രയെത്ര കളവുകൾ അള്ളാന്റെ മതത്തെ കൊല്ലാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നു മൗലവിമാരെ. എന്നിട്ട് മുജാഹിദ് മൗലവി ചോദിക്കാണ്, ചിലര് കാണാം ഇങ്ങനെ ദിക്റിന്റെ മജ്ലിസിന് പരസ്യം കൊടുക്കണം. എന്താ പരസ്യം? കടം വീടും, കുട്ടികളെ കെട്ടിച്ചു പോകാൻ, രോഗം മാറുന്നൊക്കെ പരസ്യം ചെയ്യണം. അങ്ങനെ പരസ്യം ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടോ? എന്താ നിസ്കാരത്തിന് പരസ്യം ചെയ്യാത്തത്? അതുകൊണ്ട് പരസ്യം ചെയ്യാനുള്ള ഏർപ്പാട് അത് ആരാധനന്റെ പരിപാടിയല്ല, അത് കച്ചവടമാണ് എന്ന് പറഞ്ഞ് മൂപ്പര് കുതിര കയറുകയാണ്. നടക്കുന്നതോ കടം വീടുവാൻ, പോയ ഭർത്താവ് തിരിച്ചു വരുവാൻ, മാറാരോഗങ്ങൾക്ക് പരിസ്ഥിതി, ഏപ്പറ്റിരിച്ച് നിവാരണത്തിന്, ഇങ്ങനെ കുറെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ, സന്ദർശിച്ച് സായുജ്യമടയുക എന്ന് പറഞ്ഞ് വലിയ പരസ്യം കൊടുത്ത ആളുകളെ ക്ഷണിക്കുകയാണ്. ഇബാദത്താണെങ്കിൽ, പുണ്യമാണെങ്കിൽ പരസ്യം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നിസ്കാരത്തിന് ഇപ്പൊ പരസ്യമുണ്ടോ? ഉണ്ടോ? ളുഹർ, അസർ, മഗ്രിബ് സന്ദർശിച്ച് നമസ്കരിക്കുക, സുന്നി മസ്ജിദ് എന്താ കൊടുക്കാത്തത്? നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുവാൻ, നിങ്ങൾക്ക് അല്ലാഹുവിൽ ദർജ കിട്ടുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ തെന്മകളിൽ നിന്ന് നടന്നു നിൽക്കുവാൻ സന്ദർശിച്ച് നമസ്കരിക്കുവാൻ ളുഹർ, അസർ, മഗ്രിബ്, ളുഹർ 4 റക്അത്ത്, അസർ 4 റക്അത്ത് ഇങ്ങനെ കൊടുക്കുന്നുണ്ടോ? അത് ബിസിനസ്സാ. അഡ്വർടൈസ്മെന്റ് ഇസ് ദ കീ ഓഫ് ദി ബിസിനസ്. ബിസിനസിന്റെ താക്കോലാണ് പരസ്യം. കാരണം ലേലം ചെയ്തെടുക്കുക, 20 ലക്ഷം 25 ലക്ഷം ലേലം ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ലക്ഷം പറഞ്ഞത് കൊടുക്കുക. ഓന്റെ പണി എന്താ? ഓന്റെ ലക്ഷം ഉണ്ടാക്കുമ്പോൾ 5 ലക്ഷം ജീവിക്കുവാക്കണം. അപ്പൊ അതിനനുസരിച്ച് എല്ലാവിധ പരസ്യങ്ങളും നൽകി വ്യാപകനെ അങ്ങോട്ട് ആകർഷിച്ചിട്ട് പോലീസുകൾ വളർത്തിപ്പറഞ്ഞ് കഴിഞ്ഞ വിടത്തികൾ ക്ഷേമമായി ആഘോഷിക്കുന്നു. ഹറാമിന് അതിർപ്പം കൂടുക. അപ്പൊ മൗലവി പറഞ്ഞാൽ എന്താ പറയുക? ആരാധനയാണെങ്കിൽ പരസ്യം ചെയ്യൂലാണ്, പരസ്യം ചെയ്യുകയാണെങ്കിൽ നിസ്കാരത്തിനും ചെയ്യേണ്ടേന്നാ. ഓ സക്കരിയ, നിങ്ങൾ അമീറായി കൊണ്ടു നടക്കുന്ന ഇസ്ലാമി ഹജ്ജ് ഗ്രൂപ്പില്ലേ, അൽ ഇസ്ലാം എന്ന് പറയുന്ന നിങ്ങളുടെ പ്രസിദ്ധീകരണമില്ലേ, ആ പ്രസിദ്ധീകരണത്തിന്റെ പുറംതട്ടയിലോ മൗലവി ഹജ്ജിന്റെ പരസ്യം കൊടുക്കാറില്ലേ? ഹജ്ജ് ബിസിനസ്സാണോ മൗലവി? ഹജ്ജ് ആരാധനയല്ലേ മൗലവി? അതാ ഈ വർഷവും സുന്ദരമായി പോകുന്ന ഹജ്ജ്, കേരളീയ ഭക്ഷണമുള്ള ഹജ്ജ്, പാരമ്പര്യമുള്ള ഹജ്ജ്, എന്തോ
എന്തൊക്കെ പരസ്യങ്ങളാണ് മൗലവീനങ്ങൾ ഹജ്ജിന് കൊടുത്തത്. ഈ ഹജ്ജ് ആരാധനയോ അതോ കച്ചവടമോ? എന്തേ മൗലവി അരണയുടെ ബുദ്ധിയാണോ? മതത്തിന്റെ പേരിൽ പറയുന്നത് തോന്നിവാസമാണെങ്കിലും അരണയുടെ ബുദ്ധി ഒഴിവാക്കി ആലോചിച്ച് പറഞ്ഞുകൂടെ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതൊരു തട്ടിപ്പാണ്. അള്ളാന്റെ മതത്തിന്റെ നയനിലപാടുകൾ നമ്മെ പഠിപ്പിച്ചത് പൂർവീകരാണ്, പൗരാണികരാണ്, മഹാരഥന്മാരാണ്. അവർ പഠിപ്പിച്ച മഹാത്തായ മതത്തിൽ നിന്ന് നമ്മളെ അടർത്തി മാറ്റി മൗലവിമാരുടെ കരിഞ്ചന്തയിലേക്കും കള്ളക്കടത്തിലേക്കും മാപ്പിളമാരെ കൊണ്ടുപോകാനുള്ള ഏർപ്പാടാണ്. അത് തിരിച്ചറിയാനാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മളോട് പറഞ്ഞത്. സമുദായം 73 ആശയക്കാരായി ചിന്തിക്കുമ്പോ അള്ളാന്റെ റസൂലിനെ സ്വീകരിച്ചോ? ഹബീബ് ഖുർആനും സുന്നത്തും കൊടുത്ത സ്വഹാബത്തിനെ സ്വീകരിച്ചോ? അവരിൽ നിന്നും മതം പഠിച്ച ഇമാമുമാരെ സ്വീകരിച്ചോ? അവർ മതം പഠിപ്പിച്ചു കൊടുത്ത പൂർവീകരെ സ്വീകരിച്ചോ? അതിനാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആ സിറാത്തുൽ മുസ്തഖീം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദ്യം ചെയ്യാതെ മുന്നോട്ട് പോയ മുസ്ലിങ്ങളുടെ നിലപാടാണ്. അതേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല, ഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും കസ്റത്തു സുആലിഹി. എല്ലാവരെയും ചോദ്യം ചെയ്യുക എന്ന ധിക്കാരം അതാണ് നിങ്ങളെ മുമ്പുള്ളവരെ നശിപ്പിച്ചത്. വഖ്തിലാഫുഹും വലാ അംബിയാഇഹിം. നബിമാരെ പോലും ചോദ്യം ചെയ്യണമെന്ന് പറയുന്ന ധിക്കാരമാണ് പൂർവീകരെ നശിപ്പിച്ചത്. അതുകൊണ്ട് പ്രധാന കൈത്തുഹും ചെയ്യും ഫലിത്തനിബോഹു. ഞാൻ വിരോധിച്ചത് നിങ്ങൾ വെടിയുക. വൈദാ അമർത്തുക്കും ബി അംരിൻ ഫൗതുമിൻഹു. ഞാൻ കൽപ്പിച്ചത് നിങ്ങൾ എടുക്കുക. അതേ അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് നേരിട്ടൊന്നും കൽപ്പിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിനെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുമില്ല. അല്ലാഹുവിന്റെ റസൂൽ നമ്മോട് നേരിട്ട് വിരോധിച്ചിട്ടുമില്ല. അത് കണ്ടവരും അനുഭവിച്ചവരും ഏറ്റെടുത്തവരും സഹാബയാണ്. അവരിൽ നിന്ന് പഠിച്ചത് ഇമാമുമാരാണ്. ആ വഴി സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കോ. അല്ലാഹു ആ സിറാത്തുൽ മുസ്തഖീമിൽ നമ്മെ നിലനിർത്തി തരട്ടെ. അർഹമുർ റഹ്മാനായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങളെ നീ സത്യത്തിന്റെ വഴിയിൽ നിലനിർത്തി തരണേ.